ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവഷ്ടമിഴിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. ശുദ്ധീകരാത്മാക്കളുടെ സഹനങ്ങൾ നമ്മുടെ ജീവിത ദുരിതങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ആലോചനയാണ്. ഒരു സന്ദേശവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭാഷണം. അതിന്റെ തുടർച്ചയാണത്. അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ആളുകൾ താഴെ ഉന്നയിക്കുന്നുണ്ട്. അതിനൊക്കെ മറുപടി പറയാം. വ്യക്തിപരമായ അഭിപ്രായമല്ല പറയുന്നതെന്നും സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾക്ക് വിധേയമായാണ് നമ്മൾ സംസാരിക്കുന്നതെന്നും രേഖകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം. ഉന്നയിച്ച അഭിപ്രായങ്ങൾക്ക് മറുപടിയും പറയാം. അതിനു മുൻപ് ആ തുടർച്ച ഒന്ന് നമുക്ക് പൂർത്തീകരിക്കാം. ശുദ്ധീകരാത്മാക്കളുടെ കടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിശ്വസ്തനായ കാര്യസ്ഥനെയാണ് അവിടെ ഉദാഹരിച്ച് കണ്ടത്. അത് അവിടെ ചേർക്കാവുന്ന വചനമല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പ്രധാനമായ കാര്യം, രണ്ടു തരം കടങ്ങളാണ് ദൈവസന്നിധി നമുക്ക് ഉണ്ടാകുക. ഒന്ന്, ദൈവവുമായുള്ള ബന്ധത്തിൽ വരുന്ന വീഴ്ചയാണ്. ദൈവം നമുക്ക് ഏൽപ്പിക്കുന്ന സമ്പത്ത് നമ്മുടെ ജീവിതമാണ്. ആ ജീവിതം വിനിയോഗിക്കുന്നതിൽ ക്രമക്കേടുണ്ടായതിനാണ് അവിശ്വസ്തനായ കാര്യസ്ഥനെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നത്. ഈ അവിശ്വസ്തത രണ്ടു തരത്തിലാണ്. ഒന്ന് ദൈവവുമായിട്ടും ഒന്ന് മനുഷ്യരുമായിട്ടും. മനുഷ്യർ ദൈവവുമായിട്ടുള്ള അവിശ്വസ്തതയുടെ ഭാഗമായി വരുന്നവയാണ് നമുക്കെതിരായി വരുന്ന തിന്മകൾ. നമ്മളെ ആരെങ്കിലും ദ്രോഹിക്കുകയോ അപമാനിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവർ പാപം ചെയ്യുന്നത് ദൈവത്തിനെതിരായിട്ടാണ്. അതേസമയം തന്നെ അതിന്റെ കടം നേരിട്ട് ബാധിക്കുന്നത് നമ്മളെയാണ്. രണ്ട് കൽപ്പനകളാണ് എല്ലാ കൽപ്പനകളുടെയും അടിസ്ഥാനം. അത് ദൈവത്തോടുള്ള സ്നേഹവും മനുഷ്യനോടുള്ള സ്നേഹവുമാണ്. ദൈവത്തെ പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കാൻ കഴിയണം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 30-31 തിരുവചനങ്ങളിൽ നമുക്കത് കാണാം. കൽപ്പനകളുടെ അടിസ്ഥാനം അതാണ്. ഒന്ന്, ദൈവത്തോട് പൂർണ്ണ വിശ്വസ്തത നമുക്ക് പുലർത്താൻ കഴിയുന്നുണ്ടോ. ഒന്ന്, സഹോദരനോട് വിശ്വസ്തത. ദൈവത്തോടുള്ള വിശ്വസ്തയിൽ നമുക്ക് വീഴ്ചകൾ ഉണ്ടാവും. ആ വീഴ്ചകൾ ഉണ്ടാകുന്ന നമ്മൾ ദൈവസന്നിധിയിൽ കടക്കാരാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുർവ്യയം ചെയ്തവരാണ്. നമുക്ക് ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ പറ്റിയില്ല, സഹോദരന് വേണ്ടി ജീവിതം അർപ്പിക്കാൻ പറ്റിയില്ല. ഈ രണ്ട് കടങ്ങളിൽ പ്രധാനപ്പെട്ട കടം ദൈവമായിട്ടുള്ള കടമാണ്. ദൈവം നമ്മളെ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹവലയത്തിൽ നമ്മൾ പുറത്തു പോകും. അങ്ങനെ പുറത്തു പോകുമ്പോൾ നമുക്ക് പിന്നെ കടമുള്ളത് നമ്മുടെ സഹോദരങ്ങളുമായിട്ടാണ്. അവർക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചില്ല. ഈ ഭാഗത്ത് നമുക്കുണ്ടായ വീഴ്ചകൾ പരിഹരിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം, സഹോദരങ്ങൾ നമ്മോട് ചെയ്തിട്ടുള്ള അതിക്രമങ്ങൾ ക്ഷമിക്കലാണ്. ഈ അതിക്രമങ്ങൾ ക്ഷമിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവമാണ്. ഫോർഗീവിങ് ആൻഡ് ഫോർഗീവിങ് ആണല്ലോ, ക്ഷമിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കൊടുക്കലിൽ പിഴവുണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് ക്ഷമിക്കുന്നതിൽ മെച്ചം ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ക്ഷമിക്കുമ്പോൾ ദൈവത്തെ പ്രതി നമ്മൾ അവരോട് ക്ഷമിക്കുമ്പോൾ ദൈവഭാഗത്തുനിന്നൊരു ക്ഷമ കൂടി അവർക്ക് കിട്ടുന്നുണ്ട്. ദൈവത്തെ പ്രതി നമ്മൾ ക്ഷമിക്കുന്നു. ആ ഇളവ് അവർക്ക് പ്രയോജനകരമാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളോട് ക്ഷമിക്കുമ്പോൾ അവരുടെ കടങ്ങൾ ഇളവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, അവരുടെ കടങ്ങൾ വെട്ടിത്തിരുത്തുമ്പോൾ. എങ്ങനെ പറഞ്ഞിട്ടാണ്? അവർക്കറിവില്ല. യേശു കുരിശിൽ കിടന്ന് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് അറിവില്ല എന്നുള്ളതാണ്. അവർക്ക് അറിവില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അവരെ നമ്മൾ വിമോചിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കെട്ടുകളിൽ നിന്ന് അവരഴിക്കുന്നുണ്ട്. ഇത് ഗുണകരമാണ് എന്നാണ് പറഞ്ഞത്. അത് ജീവിച്ചിരിക്കുന്നവരായാലും മരിച്ചവരായാലും മറ്റുള്ളവർക്ക് ഇപ്രകാരം ഇളവ് ചെയ്തു കൊടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം സ്വീകാര്യരാകും, ശ്ലാഘിക്കപ്പെടും എന്നാണ് ഈ വചനഭാഗം നമ്മോട് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥന വഴിയും കൂദാശ അർപ്പണങ്ങൾ വഴിയും ഒക്കെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് അവരോട് ക്ഷമിക്കുകയാണ്. അവരോട് ക്ഷമിക്കാതെ നമുക്കത് ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ക്ഷമിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അവരെ കടമിളവ് ചെയ്യും. അങ്ങനെ കടമിളവ് ചെയ്യുന്നതിലൂടെ നമ്മൾ ദൈവ സ്വഭാവം പ്രകടിപ്പിക്കുന്നവരായിട്ട് മാറും. അങ്ങനെ ദൈവ സ്വഭാവം പ്രകടിപ്പിക്കുമ്പോൾ നമുക്കത് മുതൽക്കൂട്ടാണ്, ദൈവത്താൽ ശ്ലാഘിക്കപ്പെടുന്ന പ്രവൃത്തിയാണ്. ഇതാണ് വചനഭാഗം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അവരോട് ക്ഷമിക്കേണ്ടതുണ്ട്. പലപ്പോഴും അവർ നമ്മളുമായിട്ടുള്ള ഇടപെടലിൽ നമുക്കുണ്ടായ ദുരനുഭവങ്ങളും നമ്മൾ അവരെ പാപിയെന്ന് വിധിച്ച അനുഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും. ഇവർ ചെയ്യുന്നത് അനീതിയാണല്ലോ, ദൈവനിഷേധമാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അത് അവരുടെ അറിവില്ലായ്മ മൂലമാണ് എന്ന് നാം പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരുണയാചിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ അവരുമായുള്ള സ്നേഹബന്ധത്തിൽ പുരോഗമിക്കും. ദൈവസന്നിധിയിൽ ആരും മരിച്ചവരല്ല, ജീവിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ, ആ കടമിളവ് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ശ്ലാഘിക്കും എന്നാണ് പ്രധാനമായും വചനഭാഗം അവിടെ ഉദ്ധരിച്ചത്. ദൈവത്തിന്റെ വചനവും സഭാപ്രബോധനവും അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഈ സെഷൻ അവസാനിക്കുമ്പോൾ ഇതിന്റെ ശേഷമുള്ള ഭാഗത്ത് നമുക്ക് ഉത്തരം പറയാം. കാരണം ഇതുകൂടിയൊക്കെ ചേർത്ത് കുറെ കാര്യങ്ങൾ കൂടി പറയുമ്പോൾ, ജന്മഭാവത്തെ സംബന്ധിച്ചാണെങ്കിലും
അതേപോലെ സ്വത്തിനെ സംബന്ധിച്ചാണെങ്കിലും സ്വത്തും ദൈവദാനവും തമ്മിലുള്ള ഭേദത്തെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ചർച്ച ചെയ്യണമെങ്കിൽ കുറെ സമയം എടുക്കും എന്നുള്ളത് കൊണ്ടാണ് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ സന്ദേശത്തിന്റെ ഭാഗമായ വിശകലനത്തിലേക്ക് തന്നെ കടക്കുന്നത്. ഇത് ഒരു വ്യക്തി പറഞ്ഞ പ്രഘോഷണത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല, പൊതുധാരണയിലും പൊതുപ്രഘോഷണത്തിലും നിലനിൽക്കുന്ന കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. മാത്രമല്ല ഇത് പ്രചാരം നേടുന്നു. ഇത്തരത്തിലുള്ള പ്രഘോഷണങ്ങൾ പെട്ടെന്ന് ആക്സെപ്റ്റബിൾ ആണ്. കാരണം അതിന്റെ ഒരു കാര്യം, നമ്മുടെ അകത്തുള്ള തെറ്റിദ്ധാരണകളുമായി ചേർന്ന് പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ഗ്രഹിക്കാനാകുക, സ്വീകരിക്കാനാകുക. മറ്റൊന്ന്, നമ്മൾ ഈ പറയുന്ന സന്ദേശം 1 മണിക്കൂർ സന്ദേശമാണെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടി വരുമ്പോൾ 1000 മണിക്കൂർ പറയേണ്ടി വരും. കാരണം ഇത് എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിന് മറുപടിയായി ജീവിക്കാൻ പറ്റൂ. ഒരു മറുപടിയായ ജീവിതമാണ് ആവശ്യം. നമ്മൾ ഏത് പ്രഘോഷണം കേൾക്കുന്നതിലും തെറ്റുണ്ട് എന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. കാരണം ഇത് ആര് പറഞ്ഞാലും കേൾക്കണം. കേട്ട് കഴിയുമ്പോൾ നമ്മുടെ അകത്ത് മനസാക്ഷി വിശുദ്ധീകരിക്കപ്പെട്ട നിലയിലും സഭാപ്രബോധനത്തോടും വിശുദ്ധ ഗ്രന്ഥത്തോടും ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ നമുക്കതിൻ്റെ അർത്ഥം കണ്ടെത്താൻ പറ്റും, തെറ്റുകളെ കണ്ടെത്താൻ പറ്റും. ഈ ലോകത്ത് കാണുന്ന കാര്യങ്ങളൊന്നും വായിച്ചുകൂടണം, ഇന്ന പുസ്തകം വായിക്കരുത്, അങ്ങനെ വായിക്കരുത് എന്നൊക്കെ പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. എന്തും വായിക്കണം, എന്തും മനസ്സിലാക്കണം. എല്ലാം മനസ്സിലാക്കുമ്പോൾ അതിനെ ക്രിസ്തു വീക്ഷണത്തിൽ നമുക്ക് പരിശോധിക്കാൻ പറ്റണം. ഈ കാലത്ത് കാണുന്ന ഒരു വലിയ പിഴവാണ് ശാസ്ത്ര സാങ്കേതികതയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളിലോ ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശ്വാസ രഹസ്യങ്ങളുമായി കൂട്ടിവിളക്കുന്നതാക്കി മാറ്റും. അതായത് നമ്മൾ പറയുന്നത് ശാസ്ത്രീയമാണെന്ന് വരുത്തി തീർക്കാൻ ശാസ്ത്രലോകവുമായി കൂട്ടുപിടിക്കുന്ന ഒരു പ്രവൃത്തി പ്രഘോഷണത്തെ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ലോകത്തുണ്ടാകുന്ന മറ്റഭിപ്രായങ്ങൾ, മറ്റു വ്യക്തികൾ പറയുന്ന അഭിപ്രായങ്ങളെ വിശ്വാസ രഹസ്യങ്ങളുമായി കൂട്ടിവെച്ച് നമ്മൾ സംസാരിക്കും. നമുക്ക് ഒരിക്കലും കത്തോലിക്ക സഭ അംഗീകരിക്കാത്തൊരു കാര്യമാണ് ഫാമിലി ട്രീ, പരമ്പരയായിട്ടുള്ള കാര്യം. ഈ പരമ്പര യേശുക്രിസ്തുവിൽ അവസാനിക്കുന്നു. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൽ പരമ്പരകൾ അവസാനിക്കുന്നത്? ഒരു പുതിയ തലമുറ വരികയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ജനനം മനുഷ്യനുണ്ടാവുകയാണ്. യേശുക്രിസ്തുവിൽ നാം എല്ലാം പുതിയ ജനതയാണ്. നാം മാത്രമല്ല, ലോകത്തിലുള്ള സകല മനുഷ്യരും. ക്രിസ്തുവിന് ശേഷമുള്ളവർ പഴയ തലമുറ ഭേദങ്ങളിൽപ്പെട്ടവരല്ല. ഈ തലമുറയുടെ പാരമ്പര്യ സ്വത്ത് എന്ന നിലയ്ക്കുള്ള ജീവിതക്രമം നമ്മൾ ക്രിസ്തുവിൽ ഉപേക്ഷിക്കുന്നു. അങ്ങനെയാണ് ക്രിസ്തുവിൽ നമ്മൾ ഒന്നായിത്തീരുന്നത്. എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സഭയ്ക്ക് പുറത്ത് നിരവധിയായ അഭിപ്രായങ്ങൾ, നിരവധിയായ സഭയുമായി ചേർന്ന് പോകാവുന്നവയായ തന്നെയുള്ള കുറെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതായോ അല്ലെങ്കിൽ സ്വീകരിക്കുന്നതായുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശ്വാസ പ്രബോധനങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. ഈ ലോകത്തുള്ള ശാസ്ത്ര സാങ്കേതികതകളുമായി കൂട്ടിവെച്ച് നമ്മുടെ വിശ്വാസത്തെ സാധൂകരിക്കാനുള്ള ശ്രമങ്ങൾ തികച്ചും വിഡ്ഢിത്തമാണ്. കാരണം നമ്മൾ ഒരിടത്ത് ഇണങ്ങുമ്പോൾ മറ്റൊരിടത്ത് ഇടയാനിടയാവും. ശാസ്ത്രവും സാങ്കേതികതയും മനുഷ്യകുലം ആർജിച്ച കരുത്താണ്. അതായത് ദൈവകൃപയാൽ മനുഷ്യകുലം ആർജിച്ച, അവന്റെ ശേഷി കൊണ്ട് ആർജിച്ച കാര്യങ്ങൾ മാത്രമാണ് ശാസ്ത്രലോകത്തുള്ളത്. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളാണ്. ഈ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളും അമൂർത്തമായ വിശ്വാസബോധ്യങ്ങളും തമ്മിൽ നമുക്ക് കൂട്ടിവളക്കാൻ കഴിയില്ല. അമൂർത്തമായ വിശ്വാസബോധ്യങ്ങൾ നമ്മുടെ ഭാവാത്മകമായ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്, ക്രിസ്തുവിനുള്ള ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്വത്ത് സമ്പാദിക്കുന്നതിനെ സംബന്ധിച്ച് ലോകത്തിനൊരു നിയമമുണ്ട്, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമുണ്ട്. ഈ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ നമ്മൾ ക്രിസ്തുവിൽ എങ്ങനെയാണ് കാണുന്നത്? ഭാവാത്മകമായിട്ടാണ്. അതായത് നിങ്ങൾ അധ്വാനിക്കുന്നു, നിങ്ങൾക്ക് സമ്പത്തുണ്ടാകുന്നു. ഈ ലോകത്തിന്റെ കണക്കനുസരിച്ച് അത് നിങ്ങളുടെ സ്വത്താണ്, സ്വകാര്യ സ്വത്താണ്, അത് നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ഉപയോഗിക്കാം. ഈ സ്വത്തിന്റെ വിനിയോഗത്തെ സംബന്ധിച്ച ബോധ്യം വരുമ്പോഴാണ് ഇത് ദൈവദാനമാണെന്നും അത് ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണെന്നും വരുന്നത്. ഇത് ലോകക്രമത്തിലില്ല. അപ്പൊ ലോകക്രമത്തിലെ ഒരു ശാസ്ത്ര സാങ്കേതിക കാര്യവും വിശ്വാസ രഹസ്യവും നമ്മൾ കൂട്ടിവിളക്കുമ്പോൾ വൈരുദ്ധ്യം അനുഭവപ്പെടും. നിങ്ങൾ അധ്വാനിക്കുകയും നിങ്ങളുടെ അധ്വാനത്തിന് പ്രതിഫലമായി ലഭിക്കുന്ന കൂലി ദൈവദാനമാണെന്ന് പറയുമ്പോൾ അത് തമ്മിലെങ്ങനെ ചേർന്ന് പോകാം? ദൈവദാനമാണെന്ന് പറയുമ്പോൾ നീ തന്നെയും നിന്റെ അല്ലെന്നും ദൈവമാണ് നിന്നിലുള്ള അധ്വാന ശേഷിയെന്നും ആ ദൈവമാണ് അധ്വാനിക്കുന്നതെന്നും കർത്താവ് ദൈവമാണ്, കർത്താവ് എന്ന് വിളിക്കുന്നത് എന്നിൽ പ്രവർത്തിക്കുന്നവനെ, അങ്ങനെ എന്നിൽ പ്രവർത്തിക്കുന്നവൻ ദൈവമാണെന്നും ഞാൻ ഈ പ്രവൃത്തി വഴി ആർജിച്ചത് ദൈവം എനിക്ക് ദാനമായി നൽകിയതാണെന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്ന് ഞാൻ പറയുന്നിടത്ത് ധാർമ്മിക ബോധവുമായി ബന്ധപ്പെട്ടൊരു കാര്യമായിട്ട് മാറും. സ്നേഹം ഇപ്രകാരമുള്ളൊരു കാര്യമാണ്. സ്നേഹമെന്ന് പറയുന്നത് സ്വാഭാവിക ശേഷി കൊണ്ട് ആർജിച്ചെടുക്കാവുന്ന ഒരു കാര്യമല്ല. പ്രാക്ടീസ് ചെയ്യുന്നത് ജീവിതത്തിലാണ്. അത് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളിലാണ് തെളിഞ്ഞു കാണുക, കരുതലുണ്ടാകുക, വാത്സല്യം ഉണ്ടാകുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതൊക്കെ ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കകത്താണ് തെളിയുക.
പക്ഷെ അതിന്റെ അടിസ്ഥാന മൂല്യമായിട്ട് നിലകൊള്ളുന്ന ഒരു ധാർമ്മിക ബോധമാണ് അത് ഞാൻ എനിക്ക് വേണ്ടിയല്ലെന്നും ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തിലാണെന്നും ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ സഹോദരനെ സ്നേഹിക്കുമെന്നും വരുന്നിടത്താണ് അത് പ്രയോഗക്ഷമമായിട്ട് മാറുക. ഇത്തരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശ്വാസത്തെ ലോകത്ത് നമുക്ക് അനുഷ്ഠിക്കാൻ സാധ്യമല്ലാതെ മാറും. വിശ്വാസം നാം അനുഷ്ഠിക്കുന്നത് ജീവിതത്തിലാണ്. ആ ജീവിതമാകട്ടെ ഒരു ഭൗതികമായ പരിമിതമായ യാഥാർത്ഥ്യമാണ്. ആ പരിമിതമായ യാഥാർത്ഥ്യത്തിനകത്ത് ദൈവത്തെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവിതം വഴിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിന്റെ പഠനങ്ങൾ അല്ലെങ്കിൽ ലോകത്തിന്റെ സാധ്യതകൾ, ശാസ്ത്രീയമായ അറിവുകൾ വിശ്വാസ രഹസ്യങ്ങളുമായി ചേർന്നു പോകുന്നതാണോ എന്ന പരിശോധന വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളെ അമൂർത്ത യാഥാർത്ഥ്യങ്ങൾക്കകത്ത് പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ്. ഇത് സാധിക്കാവുന്ന കാര്യമല്ല. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളും ഈ പറഞ്ഞ ഭാവാത്മകമായ കാര്യങ്ങളും രണ്ടും രണ്ടാണ്. ലോകത്തിന്റെ വിവേകം എന്താണ്? ലോകത്തിന്റെ വിവേകം നമുക്ക് ഉടവ് തട്ടാതെ, നഷ്ടം സംഭവിക്കാതെ, കേടുപാടുകളില്ലാതെ സുഖകരമായി പോകുക എന്നുള്ളതാണ് ലോകത്തിന്റെ വിവേകം. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാകണം? നിങ്ങൾക്കുള്ളവ കരുതി വെക്കണം, സൂക്ഷിച്ചു വെക്കണം. ഇതാണ് ലോകത്തിന്റെ യാഥാർത്ഥ്യം. ഇത് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവിക യാഥാർത്ഥ്യം എങ്ങനെയാണ്? നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ അമൂർത്തമായ യാഥാർത്ഥ്യത്തെ നമുക്ക് വസ്തുനിഷ്ഠ ലോകത്തിൽ പ്രവേശിപ്പിക്കാൻ പറ്റും. പക്ഷേ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ ഒരിക്കലും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പരമാർത്ഥത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല. വിവേകം തന്നെ നമ്മൾ ആലോചിച്ച് നോക്ക്. നമുക്കൊന്നും സംഭവിക്കാതിരിക്കലാണ് യഥാർത്ഥ വിവേകമായിട്ട് ലോകം പറയുക. എന്നാൽ ദൈവിക വിവേകം എന്താണ്? നിന്നെ നഷ്ടപ്പെടുത്തി അവരിന് വേണ്ടിയായി തീരുക. അതാണ് വൈരുദ്ധ്യം. ഈ വൈരുദ്ധ്യത്തെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുമ്പോഴും ഭൗതിക ലോകത്തെ കൊണ്ടുവന്ന് വിശ്വാസത്തിനകത്ത് പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ അപകടകാരികളാണ്. അതേസമയം നമ്മുടെ അമൂർത്തമായ ഭാവാത്മകമായ വിശ്വാസ ജീവിതം പ്രയോഗിക്കപ്പെടേണ്ടത് വസ്തുനിഷ്ഠ ലോകത്താണ്. അങ്ങനെ വസ്തുനിഷ്ഠ ലോകത്തെ അതിന്റെ പരിമിതികളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന്റെ പേരാണ് ആത്മീയ ജീവിതം. ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോഴാണ് രണ്ടും കൂട്ടിക്കുഴയുന്ന അവസരം ഉണ്ടാകുന്നത്. ഞാനിത് പറഞ്ഞു വരാൻ കാരണം, പലപ്പോഴും പ്രഘോഷണങ്ങളിൽ നമ്മൾ ഈ വിശ്വാസ രഹസ്യങ്ങളെ യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കാനായിട്ട് ശാസ്ത്ര ലോകത്തിന്റെയും ലോകത്തിന്റെ അറിവുകളുടെയും ഭാണ്ഡാരം നമ്മൾ ചുമക്കാൻ തുടങ്ങും. ഈ ഭാണ്ഡം ചുമന്നുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുക. എന്നിട്ട് നമ്മൾ പറയും, കണ്ടോ അവർ പറയുന്നുണ്ടോ, ഇവർ പറയുന്നുണ്ടോ, അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാണ്. ഇത് യാഥാർത്ഥ്യമാണ് എന്ന പരമാർത്ഥത്തിൽ നിന്ന് ഈ ലോകത്തെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റണം. ഫാമിലി ട്രീ എന്ന് പറയുന്നത് സഭാത്മകമായൊരു പഠനമല്ല, സഭയുടെ ഒരു പ്രബോധനം അനുസരിച്ചും സ്വീകരിക്കാവുന്ന കാര്യമല്ല. അതായത് തലമുറകൾ തോറുമാണ് ഈ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. തലമുറകളിലുള്ള പാപങ്ങൾ നമുക്ക് വന്ന് ഭവിക്കുമെന്നത് ഒരു ഭൗതിക ലോകത്തെ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ആത്മീയാർത്ഥത്തിൽ സ്വീകരിക്കാവുന്ന കാര്യമല്ല. സ്വത്തിന്റെ വിഭജനത്തിൽ പൂർവികരുടെ പാരമ്പര്യം മുഖേനയൊക്കെ കിട്ടുന്നു എന്നുള്ളത് കേവലമായി കുറച്ച് നാളുകൾ കൊണ്ട് മാത്രം ഉണ്ടായ ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് നമുക്ക് മനുഷ്യകുലത്തെ ഒന്നാകെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും, സ്വത്തിന്റെ വിഭജനവും സ്വത്തിന്റെ കൈമാറ്റം ചെയ്യപ്പെടലും ഒക്കെ ഈ അടുത്ത കാലത്തുണ്ടായ ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പലതരത്തിലായിരുന്നു. ഇപ്പൊ കേരളത്തില് ഇത് പിതൃസ്വത്തിന്റെ വിഭജനമായിരുന്നില്ല, മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. സ്ത്രീകൾക്കായിരുന്നു സ്വത്ത് കിട്ടിയിരുന്നത്. അപ്പൊ സമൂഹത്തിൽ സ്വത്ത് വിഭജനം ചെയ്യുന്ന കാര്യവും പാപവുമായിട്ട് നമുക്ക് തുലനം ചെയ്യാൻ കഴിയില്ല. അതിനെക്കുറിച്ച് വിശദമായി മറുപടി പറയുമ്പോൾ ഞാൻ പറയാം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ഈ പ്രഘോഷകൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം ഡോക്ടർ കെന്നത്ത് മൊക്കോൾ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു ആംഗ്ലിക്കൻ പ്രീസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്തുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്ന കാര്യമാണ് സഭയുടെ പ്രബോധനത്തിനകത്തൂടെ തിരികെ കയറ്റുന്നത്. ഫാമിലി ട്രീ എന്ന് പറയുന്നത് സഭയുടെ പ്രബോധനമല്ല. എന്നിട്ട് ഈ ആംഗ്ലിക്കൻ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു, ഫിസിഷ്യൻ ആയിരുന്നു. അദ്ദേഹം പിന്നെ സൈക്കാട്രി വിഭാഗത്തിലേക്ക് മാറുന്നുണ്ട്. അദ്ദേഹം ജപ്പാന്റെ തടവുകാരനായിരുന്നു, ചൈനയിലായിരുന്നു. അങ്ങനെ ചൈനയിലായിരുന്ന കാലത്ത് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ വിശ്വാസത്തെ പ്രഘോഷിക്കുന്നിടത്ത് അതിനെ ഉദാഹരിക്കാനും ബലപ്പെടുത്താനും തങ്ങൾ പറയുന്ന അഭിപ്രായത്തെ ഉറപ്പിക്കാനും വേണ്ടി കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഇതിലെ വൈരുദ്ധ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് ഇത് വിശ്വാസ രഹസ്യമായ സുവിശേഷവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഒന്ന് സഭാവിരുദ്ധമായ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വ്യതിചലനമുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായത്തെ ഇതിനകത്ത് കൂട്ടിവിളക്കാൻ നോക്കുന്നു. ഇവിടെ സംഭവിക്കുന്ന ഒരു പിഴവ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന വിശ്വാസ രഹസ്യങ്ങളുടെ തനിമ നഷ്ടപ്പെടുത്തുകയും അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ആന്തരികമായി ഉദ്ദേശിക്കുന്നത്, അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണോ അതിൽ നിന്ന് വേർപെട്ടു പോവുകയും ചെയ്യും. എന്നിട്ട് പുറത്തൊരാൾ പറഞ്ഞൊരു കാര്യത്തെ പ്രമാണിച്ചെടുക്കും. ഇപ്പൊ നമ്മൾ പറയുകയാണ്, ഒരു മന്ത്രവാദിയായിരുന്ന ഒരാൾ യേശുക്രിസ്തുവിനെ കണ്ടു മന്ത്രവാദത്തിനിടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളതിന് മഹിമയുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. മന്ത്രവാദി യേശുവിനെ കണ്ടല്ലോ, അപ്പൊ യേശു യാഥാർത്ഥ്യമാണ്. മന്ത്രവാദി യേശുവിനെ കണ്ടതുകൊണ്ടല്ല യാഥാർത്ഥ്യമാകുന്നത്. മന്ത്രവാദി കണ്ട യേശു മന്ത്രവാദിയുടെ യേശുവാണ്. യഥാർത്ഥത്തിൽ യേശുവിനെ തിരിച്ചറിയണമെങ്കിൽ എന്താണ്? അയാൾ മന്ത്രവാദം ഉപേക്ഷിക്കണം. അയാൾ മന്ത്രവാദം ഉപേക്ഷിക്കുകയും ക്രിസ്തുമാർഗത്തിലൂടെ ജീവിക്കുകയും ചെയ്യണം. ക്രിസ്തുമാർഗം അയാൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് അയാളുടെ മാനസാന്തരത്തിന്റെ കഥ.
അതല്ലാതെ അയാൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കല്ല, അത് ആ വ്യക്തിക്ക് മാത്രമുള്ള കാര്യമാണ്. കെന്നത്ത് മക്കോൾ എന്ന് പറയുന്ന വ്യക്തി ഫാമിലി ട്രീ എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടെത്തുന്നു. അദ്ദേഹം കണ്ടെത്താൻ കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ ചികിത്സക്കിടയ്ക്ക് പലരുടെയും രോഗങ്ങൾ മാറുന്നില്ല, മാനസിക രോഗങ്ങൾ മാറുന്നില്ല, തീരാവ്യാധികൾ മാറുന്നില്ല. അതിന് കാരണം അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊട്ടസ്റ്റന്റ് വ്യൂയിലൂടെ കണ്ടെത്തുന്ന ഒരു കാര്യമാണ് പൂർവികരുടെ പാപങ്ങളാണ് ഇതിനടിസ്ഥാനം. അവരങ്ങനെ പറയാനൊരു കാര്യമുണ്ട്. അവരുടെ പ്രൊട്ടസ്റ്റന്റ് വ്യൂ അനുസരിച്ച് പ്രവൃത്തികൾ കൂടാതെയുള്ളതാണ് വിശ്വാസം. നമ്മുടെ പ്രവൃത്തികൾ വഴി നമ്മൾ ഈ ലോകത്ത് ക്രിസ്തുവിന് അനുരൂപരായി ജീവിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത. പാപം വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ് എന്ന കാര്യം ഇപ്പറഞ്ഞ പ്രഘോഷകനോ അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്നവരോ അംഗീകരിക്കുന്ന കാര്യമല്ല. പാപത്തിന്റെ ഉത്തരവാദിത്വം വ്യക്തിപരമല്ലാതിരിക്കാൻ എന്തൊക്കെ കാരണങ്ങളുണ്ടെന്നാണ് അവർ അന്വേഷിക്കുന്നത്. ഇപ്പൊ കുമ്പസാരം വേണ്ട എന്ന് പ്രൊട്ടസ്റ്റന്റ് വ്യൂ പറയാൻ കാരണം പാപം ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ പിശാചിന്റെ പ്രേരണയാണ്, അല്ലെങ്കിൽ പൂർവികരുടെ ദോഷമാണെന്ന് പറഞ്ഞു വെച്ചാൽ പാപത്തിന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ മോചിതരാകും. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പാപത്തിന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഒന്ന്, സഭയുടെ വിശ്വാസം അതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്നില്ല. ഭൂമിയിലെ ഒരു ദുരനുഭവവും ശിക്ഷയല്ല, അത് രക്ഷയുടെ മാർഗമാണ്. അത് യേശുവിന്റെ സഹനങ്ങളോട് ചേർത്ത് വെക്കാനുള്ള അവസരമാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളും ഒക്കെ മറ്റുള്ളവർ നമ്മളെ ഏൽപ്പിക്കുന്ന ഭാരമാണെന്നോ അഥവാ ഈ ലോകത്ത് നാം അനുഭവിക്കുന്നതിന്റെ കാരണങ്ങൾ പൂർവികരുടെ കുഴപ്പമാണെന്നോ അല്ലെങ്കിൽ പിശാചിന്റെ പ്രവൃത്തി കൊണ്ടാണെന്നോ പറയുന്നത് സഭ അംഗീകരിക്കുന്നില്ല. പിശാച് പ്രലോഭകനാണ്. തീരുമാനമെടുക്കുന്നതും പാപം ചെയ്യുന്നതും ദൈവത്തിൽ നിന്ന് അകലുന്നതും നമ്മളാണ്. ഭൗതികമായ നമ്മുടെ ജീവിത ദുരിതങ്ങൾക്ക് കാരണം നമ്മുടെ പോലും അത്തരം പ്രവൃത്തികളല്ല, പാപമല്ല അതിന് കാരണമായിട്ടുള്ളത്. കാരണം യഥാർത്ഥത്തിലുള്ളത് നമുക്ക് ദൈവം ഈ ഭൂമിയിൽ അനുവദിക്കുന്ന അവസരങ്ങളാണ്. ക്രിസ്തുവിനെ എങ്ങനെ സ്വീകരിക്കാൻ കഴിയും, സഹന നിമിഷങ്ങളിൽ എങ്ങനെ മുന്നേറാൻ കഴിയും, എങ്ങനെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയും, അതിനുള്ള അവസരമാണ് ജീവിതത്തിൽ നമുക്ക് നൽകപ്പെടുന്നത്. അപ്പൊ സഹനങ്ങളായാലും നാം അനുഭവിക്കുന്ന പ്രതികൂലങ്ങളായാലും ദുരന്തങ്ങളായാലും അപമാനങ്ങളായാലും ഒക്കെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ഏറ്റുപറയാനുള്ള അവസരങ്ങളാണ്, കടന്നു പോകാനുള്ള അവസരങ്ങളാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധാത്മാക്കൾ വരെ ദീർഘമായ സഹനങ്ങളിലൂടെ കടന്നുപോയി, മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. വിശുദ്ധ കൊച്ചുവേശിയുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇത്രയും സഹനങ്ങളിലൂടെ കടന്നു പോകാൻ ഇത്രയധികം ദൈവത്തെ സ്നേഹിച്ച ഒരാൾക്ക് ഇടയാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് സംശയം വരും. ബാല്യത്തിൽ അമ്മ നഷ്ടപ്പെടുന്നു, അതിനുശേഷം സഹോദരിമാരൊക്കെ മഠങ്ങളിലേക്കൊക്കെ പോകുന്നു, വിവാഹിതരാകുന്നു. അപ്പനും മകളും തമ്മിലാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. അപ്പനെ രാജാവെന്നാണ് കൊച്ചുറാണി വിളിക്കുന്നത്, കൊച്ചുറാണിയെ കൊച്ചുറാണി എന്നാണ് വിളിക്കുന്നത്. വലിയ സ്നേഹത്തിൽ ജീവിക്കുന്ന അപ്പനും മകളും. അവൾക്ക് 10ാം വയസ്സിൽ കുർബാന സ്വീകരണത്തോടനുബന്ധിച്ച് അവൾക്ക് തോന്നുകയാണ് ഇനി ക്രിസ്തുവിനെ വേണ്ടി ജീവിച്ചാൽ മതി. അങ്ങനെ നിർബന്ധിതമായി പോപ്പിനെയൊക്കെ കണ്ട് അനുവാദം മേടിച്ച് വളരെ പ്രയാസപ്പെട്ട് മിണ്ടാമടത്തിലേക്ക് പോവാണ്. അവിടെ ചെല്ലുന്ന അവൾ ക്ഷയരോഗിയായിട്ട് മാറുന്നു. അങ്ങനെ ക്ഷയരോഗം സഹിക്കുന്നു. ഇവൾ മഠത്തിൽ പ്രവേശിച്ച് 3 വർഷമാകുമ്പോഴേക്കും പിതാവ് മാനസിക രോഗിയാവുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു കുടുംബം എങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി സഹിച്ച് കാഴ്ചവെച്ച് ജീവിച്ചതെന്ന്. അതുകൊണ്ട് വിശുദ്ധയാകുന്നത് മാത്രമല്ല, മാതാപിതാക്കൾ വിശുദ്ധരാകുന്ന നിലയിലേക്ക് വരികയാണ്. ഇത്തരത്തിൽ ജീവിത സഹനങ്ങൾ ഏറ്റെടുത്തവരൊക്കെ വിശുദ്ധരാണെന്ന് പറയുന്ന ഒരു സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ഒക്കെ ശുദ്ധീകരണാത്മാക്കളുടെ സഹനം കൊണ്ടാണ് അല്ലെങ്കിൽ പൂർവികരുടെ പാപഭാരം കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു അബദ്ധ ബോധ്യത്തെ കൊണ്ടുവന്ന് ചേർത്ത് വയ്ക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ സഹിക്കുക, ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുക, അതിനെ തരണം ചെയ്യുക, ക്രിസ്തുവിൽ അതിനെ സഹിക്കാനുള്ള കൃപയുള്ളവരായിട്ട് മാറുക എന്നുള്ളതൊക്കെ വിശുദ്ധിയുടെ മാർഗമായിട്ടാണ് സഭ പഠിപ്പിക്കുന്നത്. സഭയുടെ പാരമ്പര്യത്തിലായാലും സഭയുടെ ജീവിതത്തിലായാലും വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങളിലായാലും സഭാ പഠനങ്ങളിലും അപ്പോസ്തലിക ഗ്രന്ഥങ്ങളിലായാലും ഒക്കെ ഈ വിശുദ്ധാത്മാക്കളുടെ പുണ്യമാതൃക ജീവിതത്തിൽ സ്വീകരിക്കണമെന്ന് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. അവിടെ വന്നിട്ടാണ് പറയുന്നത് ഈ പൂർവികരുടെ പാപമാണ് നമ്മുടെ ഈ കുഴപ്പങ്ങൾക്ക് കാരണം. യോഹന്നാൻ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാമല്ലോ, അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവം. അവിടെ ഈ അന്ധന്റെ പാപമാണോ ഈ ഇതിന് കാരണം, അല്ലെങ്കിൽ പൂർവികരുടെ പാപമാണോ എന്ന് ചോദിക്കുമ്പോൾ ദൈവമഹത്വം വെളിപ്പെടാനുള്ളതാണെന്നാണ് ക്രിസ്തു പറയുക. അതുകൊണ്ട് ജീവിത സഹനങ്ങളെ ദൈവമഹത്വം വെളിപ്പെടാനുള്ള വേദിയായി തിരിച്ചറിയുന്ന ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു കത്തോലിക്കിനെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല ഫാമിലി ട്രീ. ഇനി ആ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വമുണ്ടെന്നാണ് സഭ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് നമ്മൾ തന്നെ വ്യക്തിപരമായി കുമ്പസാരത്തിൽ പാപം ഏറ്റുപറയണം. മറ്റുള്ളവരോട് അതിക്രമം കാണിച്ചതിന് പരിഹാരം അനുഷ്ഠിക്കുകയും വേണം. ഈ മറ്റുള്ളവരോട് അതിക്രമം കാണിച്ചതിന് പരിഹാരം ചെയ്യുക എന്ന ഭാഗം പലപ്പോഴും നമ്മൾ വിട്ടുകളയുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന ദ്രോഹങ്ങൾക്ക് പരിഹാരം ചെയ്ത് ജീവിക്കേണ്ടവരാണ്. ഒപ്പം തന്നെ
ക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണ് പാപം വരുന്നത്. പാപം എങ്ങനെയാണ്? ക്രിസ്തുവിന്റെ സ്നേഹത്തിന് നമ്മൾ എതിരായി പോകുന്നതാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിനെതിരായി വന്ന ലംഘനങ്ങളെ നാം ഏറ്റുപറയുകയും ക്രിസ്തുവിന്റെ ക്ഷമ സ്വീകരിക്കുകയും അങ്ങനെ കുമ്പസാരം വഴി നമ്മൾ മോചിതരാകുകയും ചെയ്യും. ഈ പ്രവൃത്തി മരണശേഷം നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് അങ്ങനെ കുറവുകളും പോരായ്മകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഉപേക്ഷയിലും വരുന്ന പാപങ്ങളുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഈ പറഞ്ഞ് ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ ഏറ്റുപറയാൻ പോലും വിട്ടുപോയിട്ടുണ്ടാകും. നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളുണ്ടാവും. അവയൊക്കെ കടങ്ങളായി ശേഷിക്കുമ്പോൾ ആ കടങ്ങൾക്ക് വേണ്ടി കൂടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ വിശുദ്ധ ജീവിതം വഴിയാണ്. അതിനുവേണ്ടിയാണ് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയായിട്ടാണ് സഭയിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, കൗദാശിക അർപ്പണങ്ങളൊക്കെ നടക്കുന്നത്. ഇക്കാര്യം ബോധ്യപ്പെടാതെ പൂർവികരുടെ കടങ്ങളും പാപങ്ങളും വീട്ടുക എന്നത് ഒരു ബാധ്യതയായും അവർ സഹിക്കുന്ന സഹനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ദുരന്തങ്ങളുടെ കാരണമായിട്ടും കണ്ടെത്തുന്നത് ഒരു പ്രൊട്ടസ്റ്റന്റ് വ്യൂ ആണ്. ഒരിക്കലും അതൊരു കത്തോലിക്ക രീതിയല്ല. ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രബോധനങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒറ്റയടിക്ക് പറഞ്ഞു തീർക്കണമെങ്കിൽ നിരവധിയായ പ്രബോധനങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്. നമുക്ക് ഓരോ ഘട്ടങ്ങളിലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. പറഞ്ഞൊരു കാര്യം ഇതാണ്. ഈ കെന്നത്ത് മക്കോൾ എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം ആംഗ്ലിക്കൻ പ്രീസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു സൈക്കാട്രി വിഭാഗത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഫിസിഷ്യൻ ആയിരുന്നു. അദ്ദേഹം കണ്ടെത്തുകയാണ് പൂർവികരുടെ പാപങ്ങളാണ് ഇതിന് കാരണമെന്ന് അദ്ദേഹത്തിന് ദർശനം ഉണ്ടായി. കത്തോലിക്ക സഭയ്ക്കകത്ത് ദർശനമുണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മൾ സ്വാഭാവികമായിട്ടും അംഗീകരിക്കുക. മറ്റുള്ളവർക്ക് പല ദർശനങ്ങളുണ്ടാകും. കത്തോലിക്ക സഭയ്ക്കകത്ത് ഉണ്ടാകുന്ന ദർശനങ്ങളെപ്പോലും അംഗീകരിക്കാത്ത ഒരു സഭയാണ് എന്ന് ഓർക്കണം. പല ദർശനങ്ങളെയും അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം നമുക്ക് പറയാവുന്നത്, മരിയ വൽത്തോർത്ത് ഒരു പുസ്തകം എഴുതിയല്ലോ, ദൈവ മനുഷ്യന്റെ സ്നേഹഗീതം. അത് ആ പുസ്തകം എഴുതി അത് കിടക്കയിൽ വെച്ച് എഴുതിയതാണ്. ഞാൻ ജനിക്കുന്നതിനൊക്കെ മുമ്പ് ദൈവത്തിലേക്ക് പോയ ഒരാളാണ് മരിയ വൽത്തോർത്ത. സഹനങ്ങളിലൂടെ ജീവിച്ച ഒരു ആത്മാവാണ്. ആ ആത്മാവിനെ മോശപ്പെടുത്തി പറയാൻ നമുക്ക് താല്പര്യമില്ല. പക്ഷെ അവർക്കുള്ള ദർശനങ്ങളെയൊക്കെ മാനുഷികമായ ദർശനങ്ങളായിട്ട് മാത്രമേ കാണാൻ കഴിയൂ, ദൈവത്തിന്റെ വെളിപ്പെടുത്തലായിട്ട് കാണാൻ കഴിയില്ല എന്നാണ് സഭയുടെ പഠനം. അത് അംഗീകരിച്ചില്ല. അപ്പൊ സുവിശേഷത്തിനകത്ത് കാണാത്ത പല ഭാഗങ്ങളും അവർക്ക് അവരുടെ തോന്നലുകളിൽ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ മാനസിക വ്യാപാരത്തിന്റെ ഫലമായിട്ടാണ് സഭ കണ്ടത്. അത് ഒരു വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിലുള്ള ഒരു ദർശനമായിട്ട് കാണാൻ സഭയ്ക്ക് കഴിഞ്ഞില്ല. ഇതാണ് സഭയുടെ ഒരു ഔന്നിത്യവും. എത്ര പ്രചാരം നേടിയാലും ആരൊക്കെ പറഞ്ഞാലും സഭ അതിന്റെ വഴിയിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കുന്നില്ല. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങളല്ല. എനിക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാനുള്ള മേഖല ഇതല്ല. ഞാൻ എഴുത്തുകാരനാണ്. അപ്പം ഞാൻ എഴുതുന്ന മേഖലയിൽ ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതും. അവിടെ ദൈവിക പ്രബോധനത്തിന്റെ പ്രശ്നമൊന്നുമില്ല. കഥകളായിട്ടോ കവിതകളായിട്ടോ ലേഖനങ്ങളായിട്ടോ പഠനങ്ങളായിട്ടോ ഒക്കെ എഴുതും. അത് വേറെ കാര്യമാണ്. വിശ്വാസസംബന്ധിയായ പുസ്തകങ്ങൾ എഴുതുമ്പോഴും വിശ്വാസസംബന്ധിയായ പ്രഘോഷണങ്ങൾ നടത്തുമ്പോഴും അത് കേന്ദ്രീകരിക്കുന്നത് ഈ ഒരൊറ്റ കാര്യം മാത്രമാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ വന്ന പ്രഘോഷണങ്ങളൊക്കെ ഇതുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് കടങ്ങൾ മാത്രം ശേഷിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ ഈ ഭൂമിയിൽ നിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഞാൻ ബാധ്യതകളിൽപ്പെട്ട മനുഷ്യനാണ്. ബാധ്യതകൾ മാത്രമേ ഉള്ളൂ, കൊടുത്തു വീട്ടേണ്ടത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും എൻ്റെ കഴിവ് കൊണ്ടാണ് സുവിശേഷ പ്രഘോഷണത്തിൽ നിലനിന്നെന്ന് പറയാൻ കഴിയില്ല. ഒത്തിരി പേരെ ബുദ്ധിമുട്ടിച്ചിട്ടാണ്. ഒത്തിരി പേർക്ക് ബാധ്യതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് സ്വയം ഏറ്റു പറയുന്നുണ്ട്. എനിക്ക് കുറവുകളും പരിമിതികളും ഉണ്ട്. എനിക്ക് പരിമിതികളും പോരായ്മകളും ഉണ്ട്. എനിക്ക് കടബാധ്യതകൾ ഉണ്ടെന്ന് പറയുന്ന ഒരു അഭിമാനമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം നിസ്വനായി നിന്നും കർത്താവിന്റെ സന്നിധിയിലും മനുഷ്യരുടെ മുമ്പിലും ബഹുമാനം അർഹിക്കാൻ കഴിയുന്ന യാതൊന്നും ചെയ്യാതെയും ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഒട്ടുമേ എന്നെക്കുറിച്ച് എനിക്ക് അഭിമാനബോധമില്ല. കാരണം ഞാൻ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനായിട്ടാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ വാക്കുകളും അല്ലെങ്കിൽ സഭാപ്രബോധനങ്ങളും നിങ്ങളോട് പറയുന്നത് ഞാൻ അനുഭവിച്ച ജീവിത വഴിയിൽ ഞാൻ കണ്ടുമുട്ടിയ ഈ അനുഭവങ്ങളിലൂടെ ഞാൻ സഭയിലേക്ക് കൂടുതൽ ആഴപ്പെടാനിടയായി, ദൈവസ്നേഹത്തിൽ നിറയാനിടയായി. ഞാൻ അതുകൊണ്ട് ഹൃദയപരമായ ഒരു സന്തോഷം അനുഭവിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്നും ക്രിസ്തുവിനെ അങ്ങനെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പ്രയോഗിക്കാൻ ഇടയാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ പ്രഘോഷിക്കുന്നത്. ഒരു ദൈവിക ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് എൻ്റെ ബോധ്യം. ഇത് എന്നെ സംബന്ധിച്ചുള്ള ബോധ്യമാണ്. നിങ്ങൾക്ക് എന്നെ എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം. എനിക്കതിൽ വിരോധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കെന്നത്ത് മക്കോൾ എന്ന് പറയുന്നയാള് സഭാപ്രബോധനത്തെ ആധികാരികമായി സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ഉദാഹരിക്കാവുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ പ്രബോധനവും സഭാപ്രബോധനവുമായി ഇണങ്ങിപ്പോകുന്നതല്ല. ഇതൊരു സുവിശേഷ പ്രഘോഷണത്തിന്റെ ഭാഗമായി മാറാവുന്ന കാര്യമല്ല. ഇനി ഈ കെന്നത്ത് മക്കോളിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനായിരുന്നു. അദ്ദേഹം ചൈനയിലേക്ക് പോകേണ്ടി വരുന്നു. ചൈനയിൽ വൈദ്യസഹായത്തിനായിട്ട് പോവാണ്. രണ്ടാം ലോകയുദ്ധത്തിന്റെ കാലത്താണ്.
ലോകമഹായുദ്ധം എന്നൊക്കെയാണ് നമ്മുടെ ആളുകൾ പറയുക. ലോകയുദ്ധം ഒരു മഹാസംഭവം അതിനകത്തില്ല, മഹാമോശം എന്ന് വേണമെങ്കിൽ പറയാവുന്ന കാര്യം അതിനകത്തുള്ളൂ. അപ്പൊ രണ്ടാം ലോകയുദ്ധ കാലത്ത് അദ്ദേഹം ചൈനയിൽ പോകുന്നു. അവിടെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിലാണ് അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടി വന്നത്. ആ ചെയ്യുന്ന സമയത്ത് ഈ ഗോത്രവർഗ്ഗക്കാർ മാനസിക രോഗങ്ങളും രോഗങ്ങളും മാറാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ രീതി അദ്ദേഹം കണ്ടു. അത് അവരുടെ പൂർവികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എവിടെ നിന്നാണ് കെന്നത്ത് മക്കോളിന് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ദൈവിക വെളിപാടായിട്ട് കിട്ടിയതൊന്നുമല്ല. അദ്ദേഹം ചികിത്സിച്ച രോഗികൾക്കിടയിൽ, ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന ഒരു കാര്യം അദ്ദേഹം കാണുന്നത്. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. കാരണം രോഗങ്ങളുടെയൊക്കെ കാരണമായിട്ട് ഈ ഗോത്രവർഗ്ഗക്കാർ, പ്രാചീന ഗോത്രവർഗ്ഗക്കാർ, അവർ ആചരിച്ചിരുന്ന ഒരു രീതിയാണ് അവരുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. മരിച്ചുപോയവർക്ക് വേണ്ടി പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന, അവരുടെ രീതിയിലുള്ള ആചാരങ്ങളൊക്കെ നിർവഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കാണാനിടയായി. ആ കാര്യം കണ്ടപ്പോൾ ഈ ഡോക്ടർ അത്ഭുതപ്പെട്ടു. നമ്മളും അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഭാരതീയമായ പല കാര്യങ്ങളും ഏറ്റെടുത്തിട്ട്, ഇവിടെ ഉണ്ടായിരുന്ന പ്രാചീന സംസ്കാരവുമായി ബന്ധപ്പെട്ട വിശ്വാസധാരകളിലെ ചില കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് നമ്മുടെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെയാണ് തുലാഭാരം വരുന്നത്. നമുക്ക് തുലാഭാരം എവിടെയാണ്? നമ്മളെ അങ്ങനെ തൂക്കാവുന്ന, നമ്മളൊരു തൂക്കിയൊരു വസ്തു കൊടുക്കുന്നതാണോ? വസ്തുവിലാണോ നമ്മൾ കാണുന്നത്? പക്ഷെ നമ്മുടെ ദേവാലയങ്ങളിൽ തുലാഭാരമുണ്ട്. ഈ തുലാഭാരം എവിടെ നിന്ന് വന്നതാ? ഈ തുലാഭാരം യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസബോധ്യത്തിനകത്തുള്ളതാണ്. ഒരാളെ കൊടുക്കുന്നതിന് പകരം അയാളുടെ തുല്യ തൂക്കത്തിലുള്ള ഫലമൂലങ്ങളോ സ്വർണമോ ഒക്കെ കൊടുക്കുന്നൊരു പരിപാടിയാണ്. ഈ പരിപാടിയായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. പക്ഷെ നമ്മളത് സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളത് സ്വീകരിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോൾ എടപ്പള്ളിയിലൊക്കെ നമ്മൾക്കറിയാമല്ലോ, കോഴിനെ കൊടുക്കുന്ന നേർച്ചയുണ്ട്. ഈ കോഴിനെ കൊടുക്കുന്ന നേർച്ച ഇവിടെ പ്രചാരത്തിലിരുന്നൊരു പ്രാചീന രീതിയുണ്ട്. അവരുടെ ഇഷ്ടദേവതകൾക്ക് ഓരോ വീടുകളിലൊക്കെ ദേവത ഉണ്ടായിരുന്നു, പതികളുണ്ടായിരുന്നു. അവിടെയൊക്കെ ഒരു കോഴീനെ കൊല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ കോഴീനെ കൊല്ലുന്ന രീതിയുടെ പരിവർത്തിതമായ രൂപമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോഴി നേർച്ചയ്ക്കകത്ത് വന്നുപെട്ടത്. പാമ്പ് പിടിക്കാതിരിക്കാൻ കോഴീനെ നേരിക്കാവുന്നൊരു ശീലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് മുത്തപ്പന് കൊടുക്കണോ, ഇത് എടപ്പള്ളി കൊണ്ടേ കൊടുക്കണോ എന്നതിനെ സംബന്ധിച്ച് തർക്കം ഉണ്ടായി. എടപ്പള്ളി കൊണ്ടേ കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ കുറേ ആളുകൾ എടപ്പള്ളി കൊടുക്കാൻ തുടങ്ങി. ക്രമേണ ഈ പതികളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ മറ്റുള്ളവരും കൊടുക്കാൻ തുടങ്ങി. എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ജാതിമത ഭേദമന്യേ ആളുകൾ കോഴിനെ കൊണ്ട് പോകുമായിരുന്നു. ആദ്യമൊക്കെ കോഴിനെ കൊണ്ടുപോയി അവിടെ വെച്ച് കൊന്ന്, ആ മണ്ണിൽ കൊണ്ട് കൊന്ന് അവിടെ വെച്ച് കറി വെച്ച് കഴിച്ചാൽ അത് പുണ്യമായിട്ട് കരുതി. അത് ഈ പറഞ്ഞ പഴയ ബലിയുടെ ഭാഗമായിട്ട് വന്നൊരു സ്വാധീനമാണ്. ഇതൊരു തെറ്റായ ആചാരമാണ്. ആ ആചാരത്തെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. അത് ക്രമേണ അവിടെ കൊണ്ടുപോയിട്ട് കൊന്നു കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ അതിനെ കൊണ്ട് അവിടെ ഇടാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിന്റെ പണം ഇടാൻ തുടങ്ങി. അങ്ങനെ അത് രൂപാന്തരപ്പെട്ട് വന്നാണ് ഈ കോഴി നേർച്ച എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായത്. ഈ പാമ്പുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് സെന്റ് ജോർജ്. ഇതൊരു അദ്ദേഹത്തെ സംബന്ധിച്ചൊരു മിത്ത് മാത്രമാണ്. വിശ്വാസത്തിന്റെ ത്യാഗിയായ ഒരാളായിട്ടാണ് വിശുദ്ധ ഗീവർഗീസിനെ നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ കാണുന്ന ഒരു ഗീവർഗീസിനെ ഒരു പാമ്പ് പിടുത്തക്കാരനാക്കി മാറ്റി. ഇതല്ലേ സംഭവിച്ചത്. ഇങ്ങനെ വരുന്ന അബദ്ധങ്ങൾ നമ്മൾ പലപ്പോഴും സ്വീകരിക്കും. ഈ കെന്നത്ത് മക്കോളിന് സംഭവിക്കുന്ന അബദ്ധം അതാണ്. അദ്ദേഹം വിശ്വാസത്തിൽ ക്രിസ്തുവിൽ ഉറച്ച ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ കത്തോലിക്ക ബോധ്യത്തിലുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല ഒരു ഗോത്രവർഗ്ഗക്കാരുടെ ആചാരത്തിനകത്തൊരു അത്ഭുതം കണ്ടു എന്നുള്ളത് കൊണ്ട് ആ വഴിക്കൊന്ന് ചിന്തിച്ചേക്കാം എന്ന് കരുതി. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വിശ്വാസ വ്യതിചലനമാണ് ക്രിസ്തുവിൽ അദ്ദേഹത്തിന് തന്നെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഗോത്രവർഗ്ഗക്കാരുടെ ആചാരമായിരുന്ന ഒരു പ്രാർത്ഥന രീതി അദ്ദേഹം കണ്ടു. അത്ഭുതകരമായ ഫലസിദ്ധി അവിടെ ഉള്ളതായിട്ട് അദ്ദേഹം കണ്ടു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ പണ്ട് ഇങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ ബോധ്യങ്ങൾ കുറവായിരുന്ന കാലത്ത് ഇത്തരം നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിച്ചിരുന്നവരാണ്. നമ്മുടെ പൂർവികരൊക്കെ അത്തരത്തിൽപ്പെട്ടവരായിരിക്കണം. കാരണം ദ്രാവിഡ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നവർ, ഇവിടെ സ്വന്തമായി ദൈവമൊക്കെ ഉണ്ടായിരുന്നവരാ. ഓരോ വലിക്കകത്തും ഒരു ദൈവം ഉണ്ടായിരുന്നവരാ. ഈ പറഞ്ഞ ബ്രാഹ്മണ്യത്വത്തിന്റെ വരവോടുകൂടിയാണ് ഇതിനൊക്കെ കടപുഴകി കവിടി നിരത്തി പടി കടത്തിയിട്ട് അല്ലെങ്കിൽ ചുറ്റരിച്ചിട്ട് കാവുകളൊക്കെ ഇങ്ങനെ ബ്രാഹ്മണരുടെ അധീനതയിലാവുകയും ക്രമേണ ഈ പറഞ്ഞ ചെറു ദൈവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തത്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കെന്നത്ത് മോക്കോൾ എന്ന് പറയുന്ന ഈ ആംഗലേയ ഡോക്ടർക്ക് പറ്റിയ ഒരു വിശ്വാസപ്പിഴവാണ്. അദ്ദേഹം ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ആചാരത്തെ സ്വീകരിച്ചു. അതാണ് അദ്ദേഹം തന്റെ വിശ്വാസത്തിനകത്തേക്ക് കൊണ്ടുവന്നു. ശരിക്കു പറഞ്ഞാൽ മറ്റു വിശ്വാസങ്ങൾക്കകത്ത് നമ്മുടെ വിശ്വാസത്തെ കൊണ്ടുവയ്ക്കുകയും നമ്മുടെ വിശ്വാസ ബോധ്യങ്ങൾ കൊണ്ട് പരിവർത്തിപ്പിക്കുകയും ചെയ്യുകയാണ് ക്രൈസ്തവ വിശ്വാസം ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ചെയ്തത് മറ്റു വിശ്വാസത്തെ സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസത്തെ നമ്മുടെ വിശ്വാസത്തിനകത്ത് കുത്തിക്കടത്താനുള്ള തെറ്റായ ഒരു രീതിയാണ് കെന്നത്ത് മോക്കോൾ എന്ന് പറയുന്ന ഈ ഡോക്ടർ ചെയ്തത്. അദ്ദേഹം ഒരു ആംഗ്ലിക്കൻ പ്രീസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വിലക്കുകളൊന്നും ബാധകമല്ല. അദ്ദേഹത്തിന് കത്തോലിക്ക സഭയുടെ പോലെ
നിയമവ്യവസ്ഥയോ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യം എന്നുള്ളതല്ല. അതുകൊണ്ട് അദ്ദേഹം ആ വഴിക്ക് നീങ്ങി എന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഈ ആളെ പിടിച്ചിട്ടാണ് കത്തോലിക്ക സഭയുടെ ഒരു പ്രബോധനത്തെ അല്ലെങ്കിൽ വ്യക്തിപരമായ പാപത്തിൽ ഉത്തരവാദിത്വത്തെ ഹനിക്കും വിധത്തിൽ പൂർവികരുടെ പാപങ്ങൾ നമുക്ക് ബാധിക്കുമെന്ന പഴയ വിശ്വാസ ബോധ്യങ്ങൾ യഹൂദ വിശ്വാസത്തിലായാലും പ്രാചീന മതങ്ങളിലായാലും ഉണ്ടായിരുന്നൊരു വിശ്വാസത്തെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ജീവിച്ചിരിക്കുന്നവരുടെ രോഗം മാറുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാലോ, അവരാണ് ഇതിന്റെ പ്രശ്നക്കാരെന്ന് കണ്ടാലോ, അപ്പൊ അങ്ങനെ കാണുന്ന രീതി അദ്ദേഹത്തിന്റെ ഉള്ളിൽ തട്ടി അദ്ദേഹം ആ രീതിയുമായിട്ട് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ അദ്ദേഹം സൈക്കാട്രി പഠിച്ചു, സൈക്കാട്രിയിൽ ഗവേഷണങ്ങളൊക്കെ നടത്തി. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം രൂപപ്പെടുത്തി. അതിന്റെ പേരാണ് ഫാമിലി ട്രീ. ഇത് കത്തോലിക്ക സഭയ്ക്കകത്തുണ്ടായ കാര്യമല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കത്തോലിക്ക സഭയ്ക്കകത്ത് ഒരു വിശ്വാസ പ്രബോധനമുണ്ട്. എന്തും സ്വീകരിക്കാവുന്ന രീതിയിലല്ല. വളരെയധികം ദീർഘമായ പഠനങ്ങളിലൂടെയും നിരന്തരമായ ആലോചനകളിലൂടെയും ദീർഘകാലത്തെ സഭയുടെ വിശ്വാസത്തെ ബോധ്യത്തെ ഹനിക്കാത്ത കാര്യങ്ങളാണ് സഭ അംഗീകരിക്കുക. കത്തോലിക്ക സഭ അംഗീകരിച്ചൊരു മാർഗമല്ല ഫാമിലി ട്രീ. ഇത് നമ്മുടെ ഭാഗമുള്ളതല്ല. ഇത് വിശ്വാസ പ്രഘോഷണത്തിനകത്ത് കടന്നു വരുന്നു. ഇതാണ് പിഴവായിട്ട് നമ്മൾ പറയുന്നത്. നമുക്കൊരു പുരോഹിതനോടോ ഒരു പ്രഘോഷകനോടോ വിരോധമോ ശത്രുതയോ ഒന്നുമില്ല. നേരിട്ട് കണ്ടിട്ട് പോലില്ലാത്ത ആൾക്കാരെ കുറിച്ച് നമ്മൾ എന്തിനാണ് ശത്രുത വിചാരിക്കുന്നത്? അതുമാത്രമല്ല, നമ്മൾ ആരാകുന്ന നമ്മുടെ വിചാരം. എന്നെ സംബന്ധിച്ചൊരു ബോധ്യമുള്ളത് നമ്മൾ ഇന്നത്തെ ദിവസം അവസാന ദിവസം എന്നുള്ളതാണ്. നാളെ എന്തായിത്തീരുന്നൊരു പ്രതീക്ഷയെ നമുക്കില്ല. നാളെ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്, അല്ലെങ്കിൽ മരണമാണ്. നമ്മുടെ മുമ്പിലുള്ള നാളെ എന്ന് പറയുന്നത് ദൈവമാണ്. അല്ലാതെ ഭൂമിയിൽ നമുക്ക് ഇടമുണ്ടെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരാളല്ല. ഒന്നും ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുമില്ല. കെട്ടിപ്പിടിച്ചിരിക്കാനായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? കുറേ നാൾ വചനപ്രഘോഷണം നിർത്തിയാൽ പിന്നെ അതൊരു ധ്യാനകേന്ദ്രം ഉണ്ടാക്കുന്ന പ്രവൃത്തിയിലേക്ക് പോകും. പലരും നമ്മളോട് പറഞ്ഞാണ് നിങ്ങളൊരു ധ്യാനകേന്ദ്രം ഉണ്ടാക്കും. നമ്മൾ പറഞ്ഞാൽ വേണ്ട. ആരെങ്കിലും ഒരു സൗജന്യമായി ഒരു മുറി തന്നാൽ താമസിക്കാമെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ശുശ്രൂഷകളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന തരത്തിൽ നിസ്വനായൊരു മനുഷ്യനാണ് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഭാവിയിലേക്ക് കെട്ടിപ്പടുക്കാവുന്നൊരു സൗധം ഇവിടെ കാണുന്നില്ല. ഒരു മെച്ചവും കിട്ടാൻ വേണ്ടിയില്ല ഇത് പറയുന്നത്. നമ്മൾ ഈ കണ്ട കാഴ്ചയിൽ ഇതാണ്. ഈ പ്രഘോഷണം നടത്തിയ ആളുകളൊക്കെ അവർ ഉപജീവനം നടത്തിക്കൊള്ളട്ടെ, അവരുടെ ജീവിതകാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. പൗലോസിന്റെ മാതൃക സ്വീകരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് കൂടുതൽ ഉചിതമായിട്ട് തോന്നിയത്. അധ്വാനിച്ച് ജീവിക്കുക. സുവിശേഷം പറയുന്നത് എൻ്റെ ഒരു ദൗത്യമാണ്, ബാധ്യതയാണ്. അത് ഞാൻ അറിഞ്ഞ കാര്യം മറ്റുള്ളവർ പറയാൻ ഞാൻ വിളിക്കപ്പെടുന്നു എന്ന ദൗത്യബോധത്തിന്റെ ഭാഗമാണ്. മറ്റത് കോൺഗ്രിഗേഷൻ ഉണ്ടാക്കുന്നു, ഞാൻ സ്ഥാനപതിയാകുന്നു, ജീവിതകാലം മുഴുവനും ഒരു സാമ്രാജ്യത്തിന്റെ ആളായിട്ട് ജീവിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിത് പറയുമ്പോൾ, വിമർശനമായിട്ട് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവർ ദേഷ്യമുള്ളതെന്നാണ് തോന്നണ്ട. ഇത് ക്രിസ്തു മാർഗത്തെ ദുഷിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. നമ്മൾ അപ്പോസ്തലികമായ ദൗത്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് രണ്ടുടുപ്പില്ലാത്തവനായിട്ട് മാറണം. അത് ബാഹ്യമായിട്ട് സ്വീകരിച്ചുകൊണ്ട് കാര്യമില്ല, ഹൃദയപരമായി സ്വീകരിക്കണം. ബാഹ്യമായിട്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പ്രഘോഷിക്കുന്നതിന്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത്. അല്ലാതെ ഈ പറയുന്ന പുരോഹിതനോടോ വ്യക്തികളോടോ യാതൊരു വൈരാഗ്യമില്ല. പേര് വലിച്ചിടിച്ച് ചർച്ചയാക്കേണ്ട കാര്യമില്ല. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വിശ്വാസ വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ടോ അതിനെതിർക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. സത്യത്തിന്റെ പക്ഷത്ത് നിലകൊള്ളുക, അതും മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് ആളുകളാണ് അബദ്ധ പ്രബോധനം കേൾക്കുന്നത്. നമ്മുടെ പ്രബോധനം കേൾക്കുന്നത് കുറച്ച് ആളുകളാണ്. നിങ്ങൾ പരമാവധി ശ്രമിക്കണം കേൾക്കുന്നവർ ഇത് മറ്റുള്ളവർ കേൾക്കാനായിട്ട്. നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ നമുക്ക് സംവദിക്കാനും അവസരമുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം. നിരവധി ആളുകൾ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാൻ ശ്രമിക്കും. അത് എത്രത്തോളം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണെന്ന് സഭാപ്രബോധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ആലോചിക്കാം. നിങ്ങൾ സ്വീകരിക്കാവുന്നത് സ്വീകരിക്കുക എന്നല്ലാതെ സത്യമാർഗത്തിന് വിരുദ്ധമായി ആരെങ്കിലും ജീവിക്കാൻ ഇടയാകരുതെന്ന് താല്പര്യമുള്ളതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനെ ഡോക്ടർ കെന്നത്ത് മോക്കോൾ എന്ന് പറയുന്ന ആള് ആത്മീയമായ രീതിയിൽ സുഖപ്പെടുത്താവുന്ന ഒരു കാര്യം കണ്ടെത്തിയതാണ് ദി ഹീലിംഗ് ഓഫ് ഫാമിലി ട്രീ എന്ന് പറയുന്ന രീതി. അതിനെക്കുറിച്ച് അദ്ദേഹം പുസ്തകം 2 എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ ഇതാണ് പറയുന്നത്. അപ്പോൾ ആ പുസ്തകങ്ങളെ കേന്ദ്രീകരിച്ചും അദ്ദേഹത്തിന്റെ കണ്ടെത്തലിനെ കേന്ദ്രീകരിച്ചുമാണ് പൂർവികരുടെ പാപങ്ങൾ നമ്മുടെ ജീവിതത്തെ പ്രതിസന്ധിയിൽ ആഴ്ത്തും എന്ന് ഈ പറയുന്ന പ്രഘോഷകൻ പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം അറിയാതെ പറയുന്നുണ്ട്. ഇതെവിടെ നിന്നാണ് കെന്നത്ത് മോക്കോളിന് കിട്ടിയത്? അത് കിട്ടിയത് ചൈനയിലെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ നിന്നാണ്. ചൈനയിലെ ഗോത്രവർഗ്ഗക്കാർക്ക് എനർജി സോഴ്സിനെ കുറിച്ച് തന്നെ വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് അവിടെ 6ആണ്. അവിടുത്തെ പല ട്രീറ്റ്മെന്റുകളും അതിനെ ബേസ് ചെയ്തിട്ടാണ്. പല വിശ്വാസധാരകളും ആചാരക്രമങ്ങളും ജീവിതശൈലികളും ഒക്കെ രൂപപ്പെടുത്തിയ പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ അവയൊന്നും സ്വീകരിക്കുന്നില്ല. നമ്മൾ സ്വീകരിക്കുന്നതിനെയാണ്, നമ്മൾ സത്യവിശ്വാസത്തെയാണ്, ആത്മാവിനെ സംബന്ധിച്ച് കാര്യങ്ങളെ സംബന്ധിച്ചാണ്
തിരുസഭ ചർച്ച ചെയ്യുന്നത് ഭൗതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഭൗതിക ലോകത്തിന് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് സഭ ആശുപത്രികൾ തുടങ്ങുന്നത്. ഇദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ നമുക്ക് 2-3 ധ്യാന കേന്ദ്രങ്ങൾ പോരെ. ഈ പൂർവികരുടെ പാപമൊക്കെ മാറിക്കഴിഞ്ഞാൽ, കടം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ അവസാനിക്കില്ല. പിന്നെ ആശുപത്രികളുടെ ആവശ്യമില്ല. കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത് ഭൗതികതയെ ഭൗതികത കൊണ്ട് നേരിടണം, ആ ഭൗതികത ആത്മീയതയിൽ ഉറച്ചതാകണം. അങ്ങനെ സേവനപരമായി മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ക്രിസ്തുവിൽ ശുശ്രൂഷിക്കുന്നവരായി നമ്മൾ മാറണം. അതുകൊണ്ടാണ് ആതുരാലയങ്ങൾ. ഇപ്പൊ അതിന്റെ നില ഏതാന്ന് വെച്ചാൽ സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതായി മാറിയിട്ടുണ്ട്. അത് നമ്മൾ എവിടെ വീഴുന്നതിന്റെ ഭാഗമാണ്? സമ്പത്തിന് വിധേയപ്പെടുന്നതിന്റെ ഭാഗമാണ്. സമ്പത്തിന് സഭ വിധേയപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആശുപത്രി മന്ദിരങ്ങളൊക്കെ വലിയ വലിയ കോട്ടകളായി മാറുന്നതും ഈ ലോകത്ത് സമ്പത്താർജിക്കാനുള്ള മാർഗമായിട്ട് അവ മാറുന്നതുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശുശ്രൂഷ അതിന്റെ ദൗത്യത്തിൽ നിന്ന് മാറി സേവനമായിട്ട് മാറുന്നു. നമ്മൾ ശരിക്കും സേവനം ചെയ്യുന്നവരല്ല, മിനിസ്റ്റേഴ്സാണ്, മിനിസ്റ്റർ ചെയ്യേണ്ടവരാണ്. പക്ഷെ സഭയിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? മിനിസ്റ്ററിങ് അല്ല, സേവനമാണ്. അത് മാറിപ്പോകുന്നതാണ്. അത് ഈ സാമ്പത്തിക ആധിപത്യം സഭയിൽ രൂക്ഷമാകുന്നതിന്റെ ഭാഗമാണ്. അത് വരുന്നത് എവിടെ നിന്നാണ്? സമ്പത്തിന്റെ സുവിശേഷം വരുന്നത് പ്രൊട്ടസ്റ്റന്റ് ആഭിമുഖ്യത്തോടെയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കത്തോലിക്കാ സഭ തനത് വിശ്വാസധാരയിൽ നിന്ന് എപ്പോഴൊക്കെ പിന്മാറിയിട്ടുണ്ടോ അപ്പോഴൊക്കെ പ്രൊട്ടസ്റ്റന്റ് ആഭിമുഖ്യം വന്നിട്ടുണ്ട്. പ്രൊട്ടസ്റ്റന്റ് ആഭിമുഖ്യമാണ് 1940-കളിൽ ഈ പറഞ്ഞ സമ്പത്തിന്റെ സുവിശേഷം കൊണ്ടുവന്നത്. സമ്പത്ത് പ്രധാന കേന്ദ്രമായി വരുന്നു, സമ്പത്ത് ആരാധിക്കപ്പെടുന്നു. സമ്പത്ത് ഇങ്ങനെ പിടിമുറുക്കുന്നതിലൂടെയാണ് ഈ സഭാതർക്കങ്ങളും അസ്വസ്ഥതകളും എല്ലാം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. തർക്കമൊക്കെ ഉണ്ടായിട്ടുള്ളത് കാശിനെ കുറിച്ചാണ്. ആർക്കാണ് അധികാരം, ആരുടെ കയ്യിലാണ് കാശ്, അതിനെക്കുറിച്ചാണ്. വിശ്വാസബന്ധമായ എന്തെങ്കിലും തർക്കമുണ്ടോ? യേശുക്രിസ്തു ദൈവമാണെന്നതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. ക്രിസ്തുവിനെ അർപ്പിക്കുന്നതാണ് കുർബാന എന്നതിനെ കുറിച്ച് തർക്കമില്ല. കുർബാന അധികാര സംബന്ധമായ കാര്യമായിട്ട് മാറുന്നു. കുർബാന സമ്പത്ത് കേന്ദ്രീകൃതമായ എന്തെങ്കിലുമൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയുള്ളതായിട്ട് മാറുന്നു. ഈ തർക്കങ്ങളൊക്കെ സാമ്പത്തികമായ ക്രമക്കേടുകളും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് മറച്ചു വെക്കാനും ഭിന്നത ഒരു ഉപകരണമാക്കി ഉപയോഗിച്ച് സഭയ്ക്കകത്ത് നിലനിൽക്കാനുള്ള അധികാര കേന്ദ്രങ്ങളുടെ ശ്രമമൊക്കെ ആയിട്ട് ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും യഥാർത്ഥത്തിൽ വിശ്വാസബന്ധമായ ഒരു വിഷയമേ അല്ല. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിന് ഒരു തടസ്സം ഉണ്ടായിട്ടില്ല, കൂദാശകൾക്കൊരു തടസ്സം ഉണ്ടായിട്ടില്ല. കൂദാശകളല്ല പ്രശ്നമായി മാറുന്നത്, ഇത്തരത്തിലുള്ള ബാഹ്യമായ കാര്യങ്ങളാണ്. ഇത് വരുന്നത് ഈ പ്രൊട്ടസ്റ്റന്റ് ആഭിമുഖ്യത്തിൽ നിന്നാണ്. അത് പ്രധാനമായും സമ്പത്തിന്റെ സുവിശേഷത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിയണം. അതുകൊണ്ട് മറ്റുള്ള വിശ്വാസധാരകളെ കണ്ണടച്ച് സ്വീകരിക്കാൻ വിശ്വാസികൾ തയ്യാറാകരുത്. കത്തോലിക്ക സഭയ്ക്ക് തനത് പ്രബോധനങ്ങളുണ്ട്. ആ പ്രബോധനങ്ങളിലേക്ക് നമ്മൾ തിരിയാണ് വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചികിത്സാരീതി ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നവരുടെ പൂർവികരുടെ, രോഗികളായിട്ടൊക്കെ വരുന്നവരുടെ പൂർവികരുടെ ലിസ്റ്റ് എടുപ്പിക്കും, മരിച്ചവരുടെ ലിസ്റ്റ് എടുപ്പിക്കും. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത്. ആംഗ്ലിക്കൻ സഭയിലാണ് അദ്ദേഹം. അവിടെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനയില്ല, കുർബാനയില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? മരിച്ചവർക്ക് വേണ്ടി കുർബാനയും ഈ പ്രാർത്ഥനയിലും പങ്കുചേരാൻ കത്തോലിക്ക ദേവാലയങ്ങളിലേക്ക് ആളുകളെ അയച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നിങ്ങളൊരു മന്ത്രവാദിയുടെ അടുത്ത് ചെല്ലുകയാണെന്ന് പറഞ്ഞു. ഞാൻ മന്ത്രവാദത്തിനൊക്കെ പോയിട്ടുള്ള ആളാണ്, മന്ത്രവാദം അറിയാവുന്ന ആളാണ്, മന്ത്രവാദത്തിന്റെ പല കാര്യങ്ങളും പഠിച്ച ആളാണ്. അപ്പൊ ഈ മന്ത്രവാദത്തിന് പോകുമ്പോൾ മന്ത്രവാദി പറയും നിങ്ങൾ പള്ളിയിൽ പോയി തിരികത്തിച്ചാൽ മതി എന്ന് പറയും. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പള്ളിയിലല്ലേ തിരികത്തിക്കാൻ പറഞ്ഞുള്ളൂ എന്ന്. പക്ഷെ ആര് പറഞ്ഞിട്ടാണ് കത്തിക്കുന്നത്? അത് ഈ പറഞ്ഞ തിന്മയുടെ ഭാഗത്തുനിന്ന് ഒരാൾ പറഞ്ഞിട്ടാണ്. അങ്ങനെ തിന്മയുടെ ഭാഗത്തുനിന്ന് ഒരാൾ പറഞ്ഞ് പള്ളി കൊണ്ട് തിരികത്തിച്ചാൽ ആർക്ക് വേണ്ടിയായിരിക്കും തിരികത്തിക്കൽ? നിശ്ചയമായിട്ടും അത് ഈ മന്ത്രവാദിയുടെ പ്രേരണയിലാണ്, നമ്മുടെ ദൈവിക ബോധ്യത്തിലല്ല. അപ്പോൾ ആ തിരി ആർക്കാണ് പ്രകാശിതമാകുന്നത്? യഥാർത്ഥത്തിൽ അന്ധവിശ്വാസത്തിനാണ്. ഇതൊരു അന്ധവിശ്വാസമാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നവരുടെ പൂർവികരുടെ ലിസ്റ്റൊക്കെ എടുക്കുന്നു, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഈ പൂർവികർക്ക് വേണ്ടി പരിഹാരക്രിയകൾ അനുഷ്ഠിക്കാൻ അവരുടെ സഭയ്ക്കകത്ത് മാർഗമില്ലാത്തത് കൊണ്ട് കത്തോലിക്ക സഭയിലേക്ക് ആളെ വിടുന്നു. കത്തോലിക്ക സഭയുടെ കൂദാശകളിൽ പങ്കുചേരുന്നു. അദ്ദേഹം തന്നെ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയും. ഒരു ആംഗ്ലിക്കൻ പുരോഹിതനായ ഒരാൾ കത്തോലിക്ക സഭയുടെ കുർബാനയിൽ പങ്കുചേരുന്നു. രസകരമായൊരു കാര്യം പറയും. കുർബാന അർപ്പണം ആർക്ക് സാധ്യമായ കാര്യമാണ്. ദേവാലയത്തിൽ വരാം, പ്രാർത്ഥനകളിൽ പങ്കുചേരാം, എല്ലാ മതസ്ഥർക്കും വരാം. നമ്മുടെ പള്ളി ആർക്കെതിരെയും അടച്ചിട്ടിട്ടില്ല, വരാം. പക്ഷെ കുർബാനയിൽ ഭാഗഭാഗിത്വം ആർക്കുള്ളതാണ്? കുർബാനയിൽ ഭാഗഭാഗിത്വം വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. പണ്ടൊക്കെ കുർബാനയിൽ പറയുമായിരുന്നു, ദൈവവചന വ്യാഖ്യാനത്തിനൊക്കെ ശേഷം വിശ്വാസികളല്ലാത്തവർക്ക് പുറത്ത് പോകാം എന്ന് പറയുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷമുള്ളത് വിശ്വാസികളുടെ കുർബാനയാണ്. വിശ്വാസികളുടെ കുർബാനയിലാണ് കുർബാന അർപ്പണം നടക്കുന്നത്, കാഴ്ചവെപ്പ് ഉണ്ടാകുന്നത്. കുർബാന സ്വീകരിക്കാനും യോഗ്യത കത്തോലിക്കർക്ക് മാത്രമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴോ കുർബാനയുടെ യഥാർത്ഥമായ അർത്ഥവും അനുഭവവും ഉള്ളത് കത്തോലിക്കർക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് പ്രാർത്ഥിക്കാം എന്ന് മാത്രമേ ഉള്ളൂ, ആത്മാവിൽ സ്വീകരിക്കാം.
അങ്ങനെ ഒരു ചിന്താധാരയായിട്ട് കൊണ്ടു നടക്കാം. വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് അർത്ഥികളായുള്ളവർക്കും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും ഈ ചടങ്ങിലൊക്കെ പങ്കുചേരാമെങ്കിലും അവർക്ക് അതിന്റെ പൂർണ്ണമായ അർപ്പണത്തിലേക്ക് എത്താൻ കഴിയില്ല. കാരണം വിശ്വാസിയെ സംബന്ധിച്ചാണ് അർപ്പണത്തിന് ബാധ്യതയുള്ളത്. ക്രിസ്തു ശരീരമാണ് അർപ്പിക്കപ്പെടുന്നത്. നമ്മൾ ക്രിസ്തു ശരീരത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് നമുക്ക് നമ്മെ അർപ്പിക്കാൻ കഴിയുന്നത്. അവിടെ ഒരു ആംഗ്ലിക്കനായ ആൾ വന്നിട്ട് അദ്ദേഹത്തിന് അർപ്പിക്കാൻ കഴിയില്ല, കാരണം അദ്ദേഹം വിശ്വാസബോധ്യത്തിലല്ല. അപ്പൊ ഇദ്ദേഹം ആളുകളോട് പറയും, നിങ്ങൾ കത്തോലിക്ക ദേവാലയങ്ങളിൽ പോയിട്ട് അവിടുത്തെ അച്ഛന്മാരെ കണ്ട് കുർബാനയ്ക്ക് പൈസ ഏൽപ്പിക്കുക. ഇങ്ങനെ കുർബാനയ്ക്ക് പൈസ ഏൽപ്പിച്ച് ആത്മാവ് രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കുർബാനയ്ക്ക് പൈസ ഏൽപ്പിച്ചാൽ ആളുകൾ വിശ്വസിക്കുന്നു, ആളുകൾ രക്ഷ പ്രാപിക്കുന്നു. ഒരു കടുത്ത ക്രൂരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ മകൻ ഒരു അബ്കാരി കോൺട്രാക്ടറായി. അവർക്ക് കുടുംബപരമായി അബ്കാരി ബിസിനസ് ആണുള്ളത്. അപ്പോൾ അപ്പൻ സ്വർഗത്തിൽ പോകണം. മകന് പണമൊക്കെ ഉണ്ടായപ്പോൾ മകന് ദൈവവിചാരമൊക്കെ ഉണ്ടായി. അങ്ങനെയാണല്ലോ, ഇനി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയൊക്കെ ദൈവത്തെ ആശ്രയിക്കുന്ന സ്വഭാവം ഉണ്ടായി. ഞാൻ ആരെയും കളിയാക്കിയോ കുറ്റപ്പെടുത്തിയോ പറയണമല്ലോ കേട്ടോ, അങ്ങനെ വിചാരിക്കേണ്ട. ഒരു കഥ പറയാൻ വേണ്ടി പറയുന്ന. അപ്പോൾ ഇദ്ദേഹം ഒരു 2 ലക്ഷമോ 3 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിട്ട് ഡെയിലി ഓരോ കുർബാന ചെല്ലാൻ പറഞ്ഞാൽ അപ്പോൾ സ്വർഗത്തിൽ പോകും. പരിശുദ്ധ കുർബാന വിശ്വാസി മരിച്ചവർക്ക് വേണ്ടി അർപ്പിക്കുന്നത്, അവരുടെ ഓർമ്മയെ പ്രതി അർപ്പിക്കുന്നത് ഭാഗഭാഗിത്വം കൊണ്ടാണ്, പൈസ കൊടുത്തിട്ടല്ല. നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ നിങ്ങൾ കുർബാനയ്ക്ക് പണമൊന്നും കൊടുക്കണ്ട, നിങ്ങൾ നേരെ കുർബാനയിൽ പങ്കെടുത്താൽ മതി. കുമ്പസാരിച്ച് കുർബാനയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതം അർപ്പിക്കുക, മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി കൂടി നമ്മുടെ ജീവിതത്തെ കാഴ്ചവെക്കുക. ഇത്രേ ഉള്ളൂ, കാര്യം നടക്കും. ഇതൊരു പണച്ചിലവുള്ള കാര്യമല്ല, പക്ഷെ അവനവനെ അർപ്പിക്കുന്ന പ്രവൃത്തി ഉണ്ടാകണം. അപ്പം ബലിയർപ്പണത്തിന് ഇങ്ങനെ ആയിരിക്കെ ഈ ആംഗ്ലിക്കൻ പുരോഹിതം പറയുകയാണ്, നിങ്ങൾ കത്തോലിക്ക ദേവാലയത്തിൽ അച്ഛന്മാരുടെ കൈ കൊണ്ട് പൈസ കൊടുക്കാൻ പറഞ്ഞാൽ ഇതൊരു മന്ത്രവാദമല്ലെന്ന് അറിയണം. അദ്ദേഹത്തിന് അത് ബോധ്യമായിട്ടില്ല. ഈ പറഞ്ഞ ബോധ്യമാകാത്ത ആളെയാണ് സുവിശേഷ പ്രഘോഷണത്തിൽ ഒരു ഉദാഹരണമായിട്ടും തന്റെ വാദം ഉറപ്പിക്കാൻ വേണ്ടിയും ഈ പുരോഹിതം കൊണ്ടുവന്ന് വയ്ക്കുന്നത് എന്നുള്ളത് പൗരോഹിത്യത്തിന് തന്നെ അപമാനമാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, കത്തോലിക്ക പൗരോഹിത്യം ഒരു മഹനീയ പദവിയാണ്. അത് ഇപ്രകാരം ഒരു പൂജാകർമ്മം ചെയ്യുന്ന പൂജാകർത്താവായിട്ടല്ല ഒരു പുരോഹിതനെ കാണുന്നത്, ഒരു ജീവാർപ്പിതനായിട്ടാണ്. തൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി അർപ്പിക്കുകയും സഭയ്ക്ക് വേണ്ടി അർപ്പിക്കുകയും ആത്മാക്കൾക്ക് വേണ്ടി അർപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ്. എൻ്റെ നാട്ടിൽ ഒരു പുരോഹിതനുണ്ടായിരുന്നു, ജോർജ് വാഗേൽ. ഇപ്പോൾ അദ്ദേഹം പുണ്യശ്ലോകനായിട്ടും വിശുദ്ധ പദവിയിലേക്കൊക്കെ നടക്കാനുള്ള ക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അദ്ദേഹം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിച്ച മനുഷ്യനാണ്. ഈ അനിതയൊക്കെ കൊടുക്കുമ്പോൾ അത് ചെല്ലിത്തീർക്കാൻ വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ പ്രാർത്ഥിച്ച് സഹനങ്ങളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്. തനിക്കുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്ത് വീട്ടിൽ നിന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തു വിടുമ്പോൾ ആ ഭക്ഷണം അടക്കം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് കൊടുത്തിട്ട് പട്ടിണി കിടന്ന് മരിച്ചുപോയ ഒരാളെക്കുറിച്ചാണ് ഞാൻ പറയണേ. അതാണ് പൗരോഹിത്യത്തിന്റെ മാതൃക. ഓരോ പുരോഹിതനും നിങ്ങൾ പ്രസംഗികരാകുന്നത് കൊണ്ടോ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ അല്ല വിശുദ്ധരാകുന്നത്. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കുള്ള ബോധ്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് വേണ്ടി മരിക്കാൻ ജീവിതം ഉപേക്ഷിച്ച മനുഷ്യർ, കുടുംബം വിട്ടുപോകുന്ന മനുഷ്യർ, ഞങ്ങൾക്ക് വേണ്ടി ബലിമേശയിൽ ഇതാ എൻ്റെ ശരീരമെന്ന് പറയുമ്പോൾ ആ ബലിമേശയുടെ പുറകെ നിന്ന് കർത്താവിനോടൊപ്പം ആയിത്തീരാൻ ജീവിതത്തിന്റെ സകല ഇഷ്ടങ്ങളും ഉപേക്ഷിച്ചു വന്ന് ഒരു അധികാരസ്ഥാനവും ഇല്ലാത്ത, ഒന്നും നേടാനാകാത്ത ശുശ്രൂഷകരായി, ദാസരായി, അടിമകളായി മാറിയ വിശുദ്ധാത്മാക്കളെന്ന നിലയ്ക്ക് പുരോഹിതരെ കാണുന്നത്. പൗരോഹിതന്റെ മഹത്വം അതാ. അല്ലാതെ കൂലിക്ക് കുർബാന ചെല്ലുന്ന ആളാണെന്നാണ് പുരോഹിതനെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്. ഇതൊരു പൂജാകർമ്മമായിട്ടാണോ കരുതുന്നത്? കത്തോലിക്ക സഭയിലെ കുർബാനയെ ഒരു പൂജാകർമ്മമായും പ്രാർത്ഥനയായും മാത്രമേ കന്നത്ത് മോക്കോളിന് കാണാൻ പറ്റൂ. കാരണം അദ്ദേഹത്തിന് കത്തോലിക്ക സഭയിലെ പൗരോഹിത്യത്തിന്റെ മൂല്യം അറിയില്ല. അങ്ങനെ ഒരാളെ കുറിച്ചാണ് ഒരു പുരോഹിതം വന്ന് വീമ്പിളക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എന്ത് അധപ്പതനമാണിത്. ഇതിങ്ങനെ പറയാതിരിക്കാൻ മാർഗമില്ല. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്, നിവൃത്തികൾ കൊണ്ട് പറയുന്നതാണ്. 5 ലക്ഷത്തിലധികം പുരോഹിതർ ബലിമേശയിൽ നിരന്തരമായി യാഗമർപ്പിക്കുന്ന ഒരു ജീവാർപ്പണത്തിന്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ ഒരു പൂജാകർമ്മം എന്ന നിലയ്ക്കല്ല. ഈ പൂജ പഠിച്ചാൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല കുർബാന. കുർബാന അച്ഛന്മാർ ചെല്ലുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ചെല്ലാൻ അറിയുന്ന ആളുകൾ എനിക്കറിയാം. അച്ഛന്മാർ ചെല്ലുന്നതിനേക്കാൾ ഭംഗിയായ എല്ലാ പ്രാർത്ഥനകളും കാണാപ്പാടം പഠിച്ച ആളുകളുണ്ട്, നിരന്തരം കുർബാനയ്ക്ക് പോകുന്ന ആളുകളാണ്. കൃത്യമായിട്ട് അച്ഛൻ ചെല്ലുന്ന പ്രാർത്ഥന കുർബാനയ്ക്കിടയ്ക്ക് അവർ ചെല്ലാറുണ്ട്. ചെല്ലാൻ പാടില്ലാത്ത, പക്ഷെ അവർ ചെല്ലാറുണ്ട്. അച്ഛൻ ചെല്ലുന്ന പ്രാർത്ഥനയും കൂടി നാട്ടുകാർ ചെല്ലും. ഇത് പഠിക്കാനായിട്ട് എത്ര സമയം വേണം? ഈ തക്സ പഠിക്കാൻ എത്ര നാൾ വേണം? നിസ്സാര സമയം പോരെ. ലാറ്റിൻ മാസമാണെങ്കിൽ പിന്നെ കുറച്ച് പാടുണ്ട്, കാരണം അതിനകത്തുനിന്ന് ടെക്സ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടെടുത്ത് വരാനായിട്ട് കുറച്ച് പണിയുണ്ട്. കത്തോലിക്ക സഭയിൽ സീറോ മലബാർ ക്രമത്തിലാണെങ്കിൽ വളരെ എളുപ്പമാണ് തക്സ പഠിക്കാൻ. പക്ഷെ തക്സ പഠിച്ചത് കൊണ്ട് ഒരാൾ പുരോഹിതനാവോ? കുർബാന ചെല്ലുന്നത് ഒരു പൂജയാണോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഹൃദയപരമായ അർപ്പണമില്ലാതെ അവിടെ പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും സംഭവിക്കുമോ?
നമുക്ക് കുറവുള്ളത് കൊണ്ട് നമുക്കും കൂടി പരിഹാരമായിട്ട് ബലിമേശയ്ക്ക് അപ്പുറത്തുനിന്ന് ഒരു പുരോഹിതൻ ജീവാർപ്പണം നടത്തുന്നതിന്റെ കൂടി അനുഭവ തലമാണ് കുർബാനയ്ക്കകത്തുള്ളത്. ക്രിസ്തുവിനെ പ്രതി ജീവിതം അർപ്പിക്കുന്ന ഒരു പുരോഹിതന്റെ കാർമ്മികത്വം അതിന് വേണമെന്നുള്ളത് ഇത്തരത്തിൽ അർത്ഥവത്തായ ഒരു കാര്യമാണ്. അവിടെയാണ് കുർബാനയ്ക്ക് പണം കൊടുത്തു വിടുന്നത്. നമ്മളിപ്പോഴും കുർബാനയ്ക്ക്, ഞാനിത് പറയാൻ കാര്യം, നമ്മളിപ്പോഴും പണം കൊടുത്ത് കാര്യം നടക്കുമെന്ന് വിചാരിക്കുന്നവരാ. മരിച്ചവർക്ക് വേണ്ടി കുർബാനയിലാണ്, മരിച്ചവരുടെ കുർബാന എന്നാ പറയുന്നത്, ജീവിച്ചിരിക്കുന്നവരുടെ അല്ല. ദൈവസന്നിധിയിൽ എല്ലാവരും ജീവിച്ചിരിക്കുന്നവരാണെന്നിരിക്കെ മരിച്ചവരുടെ കുർബാന എന്നൊരു കുർബാനയില്ല, ജീവിച്ചിരിക്കുന്നവരുടെ കുർബാനയാണ്. ജീവിച്ചിരിക്കുന്നവരുടെ കുർബാന മരിച്ചവരെ സ്മരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഇടയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് പോയവരെ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി നമ്മുടെ ബലിയർപ്പണത്തിൽ നമ്മുടെ ജീവാർപ്പണം നമ്മൾ നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ ക്രിസ്തുവിൽ അവർ വിമോചിതരാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ വിശ്വാസം മുഖേന നമ്മുടെ മോക്ഷത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ നമ്മൾ വയ്ക്കുന്നു. വലിയ കാര്യമാണ് ചെയ്യുന്നത്. ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് കുർബാന അർപ്പിക്കാൻ പൈസ കത്തോലിക്ക വൈദികന് കൊടുക്കാൻ പറയുന്നു. എന്നിട്ട് ആ ഡേറ്റൊക്കെ അനുസരിച്ച് അവിടെ ചെന്ന് ഇദ്ദേഹവും കുർബാനയിൽ പങ്കെടുക്കുന്നു. ഈ കുർബാന അനുഭവത്തിൽ അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായെന്നാ പറയുന്നത്. എങ്ങനെ മരിച്ചവർ സ്വർഗത്തിലേക്ക് പോകുന്ന അനുഭവം ഉണ്ടായി, രോഗികൾക്ക് സൗഖ്യം ഉണ്ടാകുന്ന അനുഭവം ഉണ്ടായെന്നാ പറയുന്നത്. കുർബാനയുടെ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ കുർബാനയിൽ പങ്കുചേർന്നപ്പോൾ സൗഖ്യം ഉണ്ടായെന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് എതിർക്കാൻ കഴിയില്ല. പക്ഷേ കുർബാന അദ്ദേഹത്തിന് അന്യമായ ഒരു കാര്യമാണ്, അനുഭവം ഇല്ലാത്തൊരു കാര്യമാണ്. കുർബാന എന്താണെന്ന് അറിയാത്ത ഒരാളാണ് കെന്നത്ത്. ഇനി കുർബാനയിൽ അദ്ദേഹത്തിന് ദർശനം ഉണ്ടായി. ഈ ദർശനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാനസികമായ കാര്യമായിട്ടും വരാൻ പാടില്ല. ദർശനങ്ങളുടെ പൂർണ്ണത എന്താ? ദർശനമുണ്ടായി, അങ്ങനെ കത്തോലിക്ക അനുഭവം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ടാണ് കെന്നത്ത് മോക്കോൾ ഒരു കത്തോലിക്കനായി മാറാതിരുന്നത്? കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ അംഗീകരിച്ച് കത്തോലിക്കനായി മാറണ്ടേ? കുർബാനയിൽ നിന്ന് ദർശനങ്ങളും അനുഭവങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കെന്നത്ത് മോക്കോൾ എന്താണ് കത്തോലിക്കനാകാതിരുന്നത്? യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയുടെ കുർബാനയ്ക്കകത്ത് അങ്ങനെ അനുഭവം ഉണ്ടായെങ്കിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ കുർബാന അനുഭവത്തിൽ നിന്നാണ് വരുന്നത്. 97 മെയ് മാസത്തിൽ അവസാനത്തെ ഞായറാഴ്ച, എടുത്തു വരുന്ന നാളുകളാണ്, ഞായറാഴ്ച എറണാകുളത്തെ ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ, വിശ്വാസത്തോടെ അല്ലട്ടോ, ഞാൻ കത്തോലിക്കനാണ്, കുർബാന അർപ്പിക്കാൻ യോഗ്യനാണ്, പാപം ഒഴികെയുള്ള കാര്യങ്ങളിൽ യോഗ്യനാണ്, അന്ന നിലയ്ക്ക് ഞാൻ കുമ്പസാരിച്ചിട്ടൊന്നുമില്ല, ഞാൻ വിശ്വാസത്തിന്റെ പേരിലല്ല പോകുന്നത്, ഞാൻ പോകുന്നത് കുടുംബത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. മരിക്കാറായ ഒരാൾ കുടുംബത്തെ ബോധിപ്പിക്കാൻ വേണ്ടി കുർബാനയിൽ പങ്കെടുക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. എൻ്റെ കയ്യിൽ 5 ആണികൾ ഉണ്ടായിരുന്നു. കുർബാനയിൽ കൗദാശിക വചനങ്ങൾ, സ്ഥാപന വചനങ്ങൾ ഉരുവിടുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന, കാലിൽ ആണി വരുന്നത് പോലെ കയ്യിലുണ്ടായിരുന്ന 5 ആണികൾ, ഞാൻ ശില്പിയായിരുന്നല്ലോ, ഉൾപിടിക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടായ 5 ആണികളിൽ ഒന്ന് ചൊറിഞ്ഞു. ഞാനത് ചൊറുകി, അത് അടന്നുപോയി. അങ്ങനെ ഒരെണ്ണം അടർന്നപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ അടർത്തി നോക്കി, എല്ലാം അടന്നുപോയി. മരുന്ന് കഴിച്ചിട്ടുണ്ട്, പലവിധ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, കുത്തിത്തുറന്ന് കളയാൻ നോക്കിയിട്ടുണ്ട്, പോകാതിരുന്ന ആണിയുള്ളവർക്കറിയാം അതിന്റെ വേദന എന്താന്ന്. ആ ആണി നിസ്സാരമായി പുറമേ നിന്ന്, തൊലിപ്പുറമേ നിന്ന് ചൊറുകിപ്പോകുന്ന പോലെ പോയി. ആ അനുഭവത്തിൽ എനിക്ക് ബോധ്യമായ ഒരു കാര്യം പരിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ടെന്നുള്ളതാണ്. തിരികെ വരാൻ കാരണമായ ഓരോ സ്റ്റെപ്പുകളതാ. അതെന്നെ നയിച്ചത് കത്തോലിക്ക വിശ്വാസത്തിൽ ഉറയ്ക്കണം. എന്ത് പ്രലോഭനം ഉണ്ടായാലും, ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും ഈ വിശ്വാസം പ്രഘോഷിക്കണമെന്ന നിലയ്ക്കാണ്. എനിക്കുണ്ടായ അനുഭവങ്ങളാണ് എൻ്റെ തീക്ഷ്ണത പുറകിലുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ തീക്ഷ്ണത ഉണ്ടാവണമെന്നില്ല, കാരണം നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാതെ മുൻപോട്ട് പോകുന്നുവെങ്കിൽ ജീവിതം അർത്ഥശൂന്യം. നാളെക്കുറിച്ചുള്ള വിചാരമല്ല, അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എനിക്ക് ഇങ്ങനെ അനുഭവമായി, എൻ്റെ ജീവിതത്തിലെ നിരവധി ഘട്ടങ്ങളിൽ അനുഭവമായി. എനിക്ക് ക്രിസ്തുവിനെ കൈവിടാൻ കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം സഹനങ്ങൾ വന്നാലും, ഓരോ നിമിഷവും സഹനങ്ങൾ വന്നാലും, ഓരോ അടി കൊള്ളുമ്പോഴും നന്ദി എന്ന് പറയാൻ ഉതകും വിധം എൻ്റെ ഹൃദയത്തെ പരുവപ്പെടുത്തിയത് എൻ്റെ ജീവിതാനുഭവമാണ്. ഞാൻ കണ്ടുമുട്ടിയ ഒരുവൻ, അവരന് വേണ്ടി മരിക്കുന്ന ഒരുവൻ ക്രിസ്തുവെന്നും, അവരന് വേണ്ടി മരിക്കുന്ന ഒരുവന് 2000 വർഷത്തെ ജീവിതാനുഭവം കൊണ്ട് ഈ ലോകത്ത് സാക്ഷാത്കരിക്കാൻ സഭയ്ക്കായി എന്നതുകൊണ്ടാണ് സഭയ്ക്കകത്ത് ഞാനായിരിക്കുന്നത്. കത്തോലിക്ക സഭയ്ക്കകത്ത് ഉറച്ചു നിൽക്കുന്നതും വിശ്വാസബോധ്യങ്ങൾ ഇടറാതിരിക്കാൻ ദൈവത്തിന്റെ മുൻപിൽ ശരണപ്പെടുന്നതും ഒരൊറ്റ കാര്യം കൊണ്ടാണ്. സഭ ഈ ലോകത്ത് അനന്യമായി ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു, ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. വിശുദ്ധാത്മാക്കളുടെ ജീവിത പാരമ്പര്യവും ഈ ലോകത്ത് സഭ ഇന്നോളം പുലർത്തിയിട്ടുള്ള സമീപനങ്ങളും ക്രിസ്തുവിൽ മുന്നേറാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമെന്ന് ബോധ്യമുള്ളതുകൊണ്ട്. അപ്പൊ അത് മനസ്സിലാക്കേണ്ട കാര്യം, അത് വിട്ടിട്ട് ദർശനങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ ദർശനങ്ങൾ ഉണ്ടായത് ഏതാത്മാവിൽ നിന്ന് എങ്ങനെ അറിയും? 3 ആത്മാവിൽ നിന്ന് ദർശനം ഉണ്ടാകുമല്ലോ. അശുദ്ധാത്മാവിൽ നിന്ന്, മനുഷ്യാത്മാവിൽ നിന്ന്, ദൈവാത്മാവിൽ നിന്ന്. അശുദ്ധാത്മാവിൽ നിന്നുള്ളത് വിടാം, പക്ഷെ ദൈവാത്മാവിൽ നിന്നല്ല, മനുഷ്യാത്മാവിൽ നിന്നാണ് മാക്കോലിന്റെ കണ്ടെത്തലുകളെന്ന് നമുക്ക് പറയാൻ പറ്റും.
കെന്നത്ത് മാക്കോൾ കണ്ടെത്തുന്നത് മനുഷ്യാത്മാവിൽ നിന്നാണ്. കാരണം അദ്ദേഹത്തിന് ഇതിന് പ്രചോദനമാകുന്ന കാര്യം വരുന്നത് ഗോത്രവർഗക്കാരുടെ ആരാധനാക്രമത്തിനകത്ത് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സൗഖ്യം നേടുക എന്ന പ്രവൃത്തിയിൽ നിന്നാണ്. അതുകൊണ്ട് ഈ ഫാമിലി ട്രീ എന്ന് പറയുന്നതിന്റെ ഒറിജിൻ വരുന്നത് ഒരു അന്ധവിശ്വാസത്തിൽ നിന്നാണ്, ഒരു അനാചാരത്തിൽ നിന്നാണ്. അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരത്തിൽ നിന്നും വന്ന ഒന്നിനെ കത്തോലിക്ക സഭയുടെ കൂദാശയ്ക്കകത്ത് കൂട്ടിവിളക്കുന്ന ഒരു അനുഭവമായി അദ്ദേഹം കണ്ടെത്തിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മാനസിക പ്രവൃത്തി മാത്രമാണ്. ആ ദർശനങ്ങൾ മാനുഷികമാണ്. അത് പറയാൻ ഒരു തർക്കവും വേണ്ട. അത് ദൈവിക ദർശനമല്ല. 100% നമുക്കത് പറയാം. കാരണം അതിന്റെ അടിവേരായിട്ടുള്ളത് ക്രിസ്തുവിലുള്ള മുന്നേറ്റമല്ല, ക്രിസ്തുവിലുള്ള ജീവിതാർപ്പണമല്ല. ഒരാൾക്ക് വരമുണ്ടാകുന്നു, അനുഭവം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പരമപ്രധാനമായി കാണേണ്ട. പിശാച് പോലും പ്രഭാപൂർണനായ മാലാഖയായി വേഷം കെട്ടാറുണ്ടല്ലോ. പൗലോസ് ചോദിക്കുകയാണ്, പിശാച് പോലും പ്രഭാപൂർണനായ മാലാഖയായി വേഷം കെട്ടാറുണ്ടല്ലോ. അസീസി പറയുന്നുണ്ട്, ഒരു മാലാഖയും ഒരു പുരോഹിതനും ഒന്നിച്ചു വന്നാൽ ഞാൻ മാലാഖയെ വണങ്ങുകയില്ല, പുരോഹിതനെ വണങ്ങും. മാലാഖ ഒരുപക്ഷെ പിശാചായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ ഒരു കാരണവശാലും ദൈവികമായ ദർശനങ്ങളല്ല, അത് മാനുഷിക അനുഭവങ്ങളാണെന്ന് അദ്ദേഹത്തിന്റെ തന്നെ ജീവിതാനുഭവങ്ങളെ ഈ പുരോഹിതൻ വിശദീകരിച്ചതിൽ നിന്ന് മാത്രം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു അബദ്ധ പ്രബോധനത്തെ കൂട്ടുപിടിക്കലാണ്. അദ്ദേഹങ്ങളുടെ കാഴ്ച എന്താ? കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ പൂർവികരൊക്കെ വരുന്നു, എന്നിട്ട് പ്രകാശത്തിലേക്ക് പോകുന്നു. ഈ പ്രകാശത്തിലേക്ക് പോകുന്നതാണ് സ്വർഗത്തിലേക്ക് പോകുന്നതെന്ന് ആരാ പറഞ്ഞേ? ഈ ദർശനം യഥാർത്ഥത്തിൽ പലരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. പ്രകാശത്തിലേക്ക് പോകുന്നു. നമ്മുടെ ഒരു ഭാവനാ സൃഷ്ടി അതിനകത്തുള്ളതായിട്ട് കാണാൻ പറ്റില്ലേ? ദൈവസന്നിധിയിലേക്ക് പോകുന്നത് ഈ പ്രകാശത്തിൽ കണ്ടാൽ അതെന്താണ് അതിന്റെ അർത്ഥം? എല്ലാവരും കാണുന്ന ഈ പ്രകാശത്തില്ല. അതെന്താ? അത് ഈ പലരും പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിനകത്തുള്ളത് കൊണ്ട് ഇല്യൂഷൻസ് ഉണ്ടാവുന്നതാണ്. മരിച്ചവർ സ്വർഗത്തിലേക്ക് പോകുക എന്നുള്ളത് ഒരു തർക്കവും നമുക്കുണ്ട്. ശുദ്ധീകരാത്മാക്കൾ വിശുദ്ധീകരിക്കപ്പെടുന്നുള്ളത് ഇത് വിശ്വാസം കൊണ്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് ഞാൻ ദർശനത്തിൽ കണ്ടാലേ വിശ്വസിക്കുന്നുള്ളത് പറഞ്ഞ മണ്ടത്തരാണ്. ഇത് വിശ്വാസം കൊണ്ട്, പരിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ടെന്നുള്ളത് ദർശനത്തിൽ കണ്ടിട്ട് വേണോ വിശ്വസിക്കാൻ? വിശ്വാസം കൊണ്ട് പറയാൻ പറ്റണം. ഇതെന്റെ ശരീരമാകുന്നത് പറയുമ്പോൾ എന്റെ ജീവിതവും ക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നുണ്ട് എന്ന് ഉറപ്പുള്ള ബോധ്യം എനിക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ എന്ത് കുർബാന അനുഭവം എന്ന് പറയണേ? ആ ദർശനം യഥാർത്ഥത്തിൽ നമ്മെ നയിക്കുന്നത് വഴിതെറ്റലിലേക്കാണ്, ഒരിക്കലും ഗുണത്തിലേക്കല്ല. യേശു ക്രിസ്തു ഇപ്പോഴും തിരുവോസ്തി ഉയർത്തുന്ന നേരത്ത് യേശുവിന് രൂപം കാണിച്ചു തന്നുകൊണ്ടാണോ ഈ വിശ്വാസത്തിൽ സഭയെ വളർത്തിയത്? 2000 വർഷമായി അങ്ങനെ ദർശനം കണ്ടതുകൊണ്ടാണ് കുർബാന നിലനിൽക്കുന്നത്? അല്ല, അടിയുറച്ച വിശ്വാസ ബോധ്യമാണ്, ജീവാർപ്പണത്തിന്റെ ബോധ്യമാണ്. അത് ബലവത്തായൊരു കാര്യമാണ്. അതിനെ കേവലമായ ഈ കാഴ്ചകൾ കൊണ്ട് മൂടി വയ്ക്കാവുന്നതല്ല. നിങ്ങൾ കണ്ടോ കണ്ടില്ല എന്നുള്ളത് ഒരു വിഷയമേ അല്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് എനിക്ക് കാണേണ്ടെന്നാണ്. എനിക്ക് നീ അപ്പമാണെന്ന് വിശ്വസിക്കാൻ ഒന്നിന്റെയും സഹായം ആവശ്യമില്ല, നിനക്കിങ്ങനെ മുറിക്കാൻ കഴിയും എന്ന ബോധ്യം നമുക്കുള്ളത്. നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തു പ്രവർത്തിക്കുന്നതും നമുക്ക് ഉറപ്പുണ്ടാകുന്ന അങ്ങനെയാ. അവൻ എന്നിലുണ്ട്, എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എത്ര മോശമാകുമ്പോഴും, ഞാൻ എത്ര വീണു പോകുമ്പോഴും എൻ്റെ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുണ്ട്. അവൻ പീഡിതനാണ്, എൻ്റെ പ്രവൃത്തികളാൽ മുറിവേറ്റവനാണ്. അവനിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുതാപിയുടെ ജീവിതം നയിക്കുന്നത്. ക്രിസ്തുവുമായി ചേർന്നു പോകാൻ കഴിയാത്ത ഓരോ ജീവിത നിമിഷങ്ങളെയും കുറിച്ച് നിരന്തരമായി കരഞ്ഞുകൊണ്ടാണ്. ആ കണ്ണീരിലാണ് എൻ്റെ സന്തോഷം. എങ്കിലും അവനിപ്പോഴും ജീവിക്കുന്നു. ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു നിമിഷം കൂടി ക്രിസ്തുവിൽ പോകാൻ പറ്റുമല്ലോ, ജീവിക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ തന്നെ 50 മിനിറ്റിലധികമായി. അതുകൊണ്ട് ഇന്നത്തെ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. നിർത്തുന്നില്ല, ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കൂടി പറയാം, എന്നാലേ അത് പൂർണ്ണമാകൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്, പക്ഷേ അതിന് ഉത്തരം പറയണമെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ എടുത്ത് പറയുന്ന രീതിയിൽ പറയേണ്ടി വരും, വിശാലമായിട്ട് പറയേണ്ടി വരും. ഇത് ഈ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അബദ്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കാൻ എളുപ്പമാണ്. കാരണം രൂഢമൂലമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്കകത്തേക്ക് ഒരു അന്ധവിശ്വാസം കൂടി കുത്തിക്കിടത്താൻ ഒരു പാടുമില്ല. പക്ഷേ ഒരു അന്ധവിശ്വാസത്തിൽ നിന്ന് വിമോചിതരാകാൻ വളരെയധികം ശ്രമം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നത്. നിങ്ങൾക്ക് വീണ്ടും അഭിപ്രായങ്ങൾ എഴുതാം. ഈ അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ട് അതിനെക്കുറിച്ചും വ്യക്തമായി നമുക്ക് സംസാരിക്കാം. വ്യക്തമായ ബോധ്യത്തോടെയാണ്, സഭയിലുള്ള നിലനിൽപ്പോടെയാണ്, സഭാ പ്രബോധനങ്ങളിൽ അടിയുറച്ചിട്ടാണ്, വിശ്വാസ രഹസ്യങ്ങളിൽ അടിയുറച്ചിട്ടാണ്. അതുകൊണ്ട് ഒരു സങ്കോചവുമില്ലാതെ നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് മറുപടി പറയാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് ഒരു ഉത്തരത്തിൽ, ക്രിസ്തു ആകുന്ന ഉത്തരത്തിൽ നമുക്ക് എത്തിച്ചേരാം. സഭയുടെ വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.